ഹായ് ഹലോ മക്കളെ, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്. ഗുഡ് മോർണിംഗ് ഒക്കെ വന്നു അല്ലേ? ഒരു വെപ്രാളത്തിനിടയിൽ വന്നു പോയതാ, സോറി. ഏതായാലും നമുക്ക് തുടങ്ങാം അല്ലേ? അങ്ങനെ ഏതായാലും മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞു, എല്ലാ പേപ്പറുകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇംഗ്ലീഷിന്റെ എക്സാമിന്റെ തലേ ദിവസം നമ്മൾ ഒരു ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് തന്നു, അതൊക്കെ ഫലപ്രദമായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒന്ന് ക്ലോസ് എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് വിശദമായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, നമുക്കൊന്ന് നോക്കി മനസ്സിലാക്കണം. എന്തിനാ? യെസ്, ഇതൊരു SSLC മോഡൽ എക്സാമിനേഷൻ ആയിരുന്നു അല്ലേ? അപ്പോൾ ഏകദേശം ആ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും ഇനി വരാനിരിക്കുന്ന ആ ഒരു March 4 സ്റ്റാർട്ട് ചെയ്യുന്ന ഏതിനും SSLC എക്സാമിന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ നല്ല രീതിയിൽ വിശകലനം ചെയ്തിട്ടും അതുപോലെ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നല്ലതുപോലെ നോക്കിയിട്ടായിരിക്കണം ആ ഒരു അടുത്ത ഇംഗ്ലീഷ് എക്സാം, അതായത് SSLC ഇംഗ്ലീഷ് എക്സാം നിങ്ങൾ എന്ത് ചെയ്യാൻ പോകേണ്ടത്, എഴുതാനായിട്ട് പോകേണ്ടത്. അപ്പൊ അതിനൊരു സഹായം എന്നുള്ള രീതിയിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും അതിലുള്ള ആൻസറുകളും അതിലുള്ള ഗ്രാമർ വിശകലനവും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഐ വുഡ് ലൈക്ക് ടു വെൽക്കം വൺസ് അഗെയിൻ ടു ദിസ് ന്യൂ വീഡിയോ. എനിവേ, ആ ഒരു മോഡൽ എക്സാമിന്റെ പേപ്പറൊക്കെ കിട്ടി, അതിന്റെ മാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശകലനം ചെയ്ത് ആ ഒരു കാര്യം ഒന്ന് പറയാം. എന്താണ് തന്നിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ പേപ്പർ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ പോരായ്മകൾ എവിടെയൊക്കെയാണ്, നിങ്ങൾക്ക് മിസ്റ്റേക്സ് പറ്റിയിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇനിയും റെക്ടിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ആ ഒരു തിരുത്തൽ നിർബന്ധമായിട്ടും എല്ലാ സബ്ജക്റ്റിലും വരുത്തിയിട്ടുള്ള പോരായ്മകളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾ തിരുത്തിയിട്ടായിരിക്കണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകേണ്ടത്. March 4 മുതൽ തുടങ്ങുന്ന ആ ഒരു എക്സാമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ തുടങ്ങുന്നു ഇന്നത്തെ വീഡിയോയിലേക്ക്. SSLC ഇംഗ്ലീഷ് മോഡൽ എക്സാമിനേഷൻ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടാണ് എന്ത് വന്നത്, ഈ ഒരു മോഡൽ എക്സാം വന്നത് എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും താരതമ്യേന എന്ത് തന്നെയായിരുന്നു, ഇറ്റ് വാസ് എ സിമ്പിൾ എക്സാമിനേഷൻ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറും നല്ല നിലവാരം പുലർത്തിയ ഗ്രാമറും ഒക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വിചാരിക്കുന്നു. തലേ ദിവസത്തെ വീഡിയോയിൽ അല്ലെ, തലേ ദിവസത്തെ ആ ഒരു SSLC മോഡൽ എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത വീഡിയോയിൽ പറഞ്ഞ വാങ്കയുടെ റിവ്യൂ വന്നത് എല്ലാ കുട്ടികൾക്കും ഉപകാരപ്പെട്ടു എന്ന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ അറിയാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. അതോടൊപ്പം ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെയും സ്കോളർഷിപ്പ് ജാക്കറ്റിന്റെ ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെയുള്ള 1-2 ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഗ്രാമർ ഏരിയാസും നമുക്ക് കവർ ചെയ്ത് പോകാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണാനായിട്ട് സാധിച്ചു. അതെല്ലാം ഈ ഒരു വീഡിയോ കണ്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് എളുപ്പമായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആ ഒരു പാരഗ്രാഫ് അല്ലെ, ആ ഒരു ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്ന ആ ഒരു ലെസണിലെ ഒരു പാസേജ് തന്നിട്ട് നമ്മളോട് ചോദിച്ച ആദ്യ ചോദ്യം, ഒരു 5 മാർക്കിന് വേണ്ടിയിട്ട് നമ്മളോട് ചോദിച്ച ആ ഒരു ചോദ്യം ഓർക്കുന്നുണ്ടല്ലോ? ഞാൻ ഈ പാസേജ് ഒന്നും വായിക്കുന്നില്ല, ആ ഒരു പാസേജും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി വായിച്ച് അതിന്റെ ആൻസേഴ്സ് ഒക്കെ ചെയ്ത് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ വന്നിട്ടുണ്ടാവും. അതിന്റെ കറക്ഷനാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഏതായാലും ആ ഒരു പാസേജിലെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. എന്താണ്? Why didn't Adichie consciously identify herself as an African before she went to the US? എന്തുകൊണ്ട് US-ലേക്ക് പോകുന്നതിന് മുന്നേ താനൊരു ആഫ്രിക്കക്കാരിയാണ് എന്നുള്ളത് ബോധപൂർവം അഡീച്ചി ചിന്തിച്ചില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞില്ല, ഐഡന്റിഫൈ ചെയ്തില്ല എന്നുള്ളതാണ് ചോദ്യം. ആ പാസേജിൽ നമ്മൾ അരിച്ചു പെറുക്കിയാലും അതിന്റെ ഒരു ആൻസർ, ഒരു പക്ക ആൻസർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മക്കളെ, കിട്ടില്ല. അതിന്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ക്രിയേറ്റ് ചെയ്യേണ്ടത്. എനിവേ, അതിന്റെ ഒരു ആൻസർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഡീച്ചി ലിവ്സ് ഇൻ നൈജീരിയ. അഡീച്ചി താമസിക്കുന്നത്, അല്ലെങ്കിൽ അഡീച്ചിയുടെ ആ ഒരു കൺട്രി എന്ന് പറയുന്നത് ഏതാണ്? ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ നൈജീരിയ ആണ് എന്ന് നമുക്കറിയാം അല്ലെ? അപ്പോൾ എന്താ പറഞ്ഞത്? ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ നൈജീരിയ എന്ന് പറയുന്ന ഒരു രാജ്യത്താണ് അഡീച്ചി താമസിക്കുന്നത്. An African continent referring an African is not familiar in Nigeria but USA. അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്ത് താമസിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ആഫ്രിക്ക എന്നുള്ള റെഫറൻസ് എവിടെ വരാറില്ല, നൈജീരിയയിൽ വരാറില്ല. ഇന്ത്യയിൽ താമസിക്കുന്ന നമ്മൾ
നമ്മളൊരു ഏഷ്യക്കാരനാണ് എന്നുള്ളൊരു ചിന്ത നമുക്ക് എന്ത് ചെയ്യാറില്ല, വരാറില്ല എന്ന് പറയുന്നത് പോലെ നൈജീരിയയിൽ താമസിക്കുന്ന അഡീച്ചിയെ സംബന്ധിച്ച് ആഫ്രിക്കക്കാരി എന്നുള്ളൊരു തോന്നൽ എന്ത് ചെയ്യുന്നില്ല, വരാറില്ല എന്നുള്ള രീതിയിൽ നമുക്ക് അതിന്റെ ആൻസർ എഴുതാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആൻസർ കൂടി ചൂസ് ചെയ്യാം. ഇവിടെ മുതൽ ഞാൻ അടുത്തൊരു ഓപ്ഷൻ ആയിട്ട് അടുത്തൊരു ആൻസർ കൊടുത്തിട്ടുണ്ട്. Adichie has never been outside Nigeria and when she reached the US for the first time, she was termed as an African. അഡീച്ചി നൈജീരിയക്ക് പുറത്ത് പോയിട്ടേ ഉണ്ടായിരുന്നില്ല 11ാമത്തെ വയസ്സ് വരെ. 11ാമത്തെ വയസ്സിലാണ് അവൾ എവിടെ എത്തുന്നത്, US എത്തുന്നത്. അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ അവളെ എന്തായിട്ട് ഒരു ആഫ്രിക്കക്കാരി എന്നുള്ള രീതിയിൽ റെഫർ ചെയ്യാൻ തുടങ്ങി എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ആൻസർ എഴുതാൻ സാധിക്കും. 1 മാർക്കാണ് കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആ ഒരു ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. When did Adichie embrace the identity of an African? അപ്പോൾ ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റിനോട് നേരെ ഫോളോ ചെയ്തു വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടാണ് വന്നത്. When Adichie embraced the identity of an African? ആ ഒരു ആഫ്രിക്കക്കാരി എന്നുള്ള ഒരു ഐഡന്റിറ്റിയെ എപ്പോഴാണ് അഡീച്ചി എംബ്രേസ് ചെയ്തത്, ഹഗ് ചെയ്തത്, അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്തത്, മുറുകെ പിടിച്ചത് എന്നുള്ളതാണ്. എപ്പോഴാണ്? When she was in the US, whenever Africa came. എപ്പോഴൊക്കെ ആഫ്രിക്ക എന്നുള്ള ആ ഒരു ടേം വരുന്നോ, അല്ലെങ്കിൽ പീപ്പിൾ എപ്പോഴാണോ ആഫ്രിക്ക എന്ന് പറയുന്നത്, പീപ്പിൾ ടേൺഡ് ടു ഹർ, ആളുകൾ അവളുടെ നേരെ തിരിയും അല്ലെങ്കിൽ അവളെ നോക്കും. ആൻഡ് ദസ് ഷീ എംബ്രേസ്ഡ് ആൻ ആഫ്രിക്കൻ ഐഡന്റിറ്റി. അങ്ങനെ എപ്പോൾ ആഫ്രിക്ക എന്ന് പറയുന്ന ആ ഒരു ടേം വരുമ്പോഴും ആളുകൾ തന്നെ നോക്കുമ്പോൾ അവർക്കും തോന്നാൻ തുടങ്ങി, ഞാനൊരു ആഫ്രിക്കക്കാരി തന്നെയാണ്. അതുമുതൽ അവൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ആഫ്രിക്കക്കാരി എന്നുള്ള ആ ഒരു ടൈറ്റിൽ അവൾ എംബ്രേസ് ചെയ്യാൻ തുടങ്ങി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു 80 മാർക്കിന്റെ ആ ഒരു മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണം. അതുകൊണ്ട് ഡിസ്കോഴ്സിന്റെ ഒന്നും കംപ്ലീറ്റ് ആൻസേഴ്സ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. എല്ലാം ഒരു മോഡൽ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു പോകാം. അത്ര മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാവൂ. അത് മതി ശരിക്കും അല്ലേ, എന്തൊക്കെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ അത്ര മതി. അപ്പൊ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കാണാം, പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു പോവാം. മൂന്നാമത്തെ ചോദ്യം, തേർഡ് ക്വസ്റ്റ്യൻ. According to the passage, what is generally the single story of Africa from popular images? പോപ്പുലർ ഇമേജസ് പ്രകാരം എന്താണ് ആ ഒരു ആഫ്രിക്കയുടെ സിംഗിൾ സ്റ്റോറി? വാട്ട് ഈസ് ജനറലി ദ സിംഗിൾ സ്റ്റോറി ഓഫ് ആഫ്രിക്ക ഫ്രം പോപ്പുലർ ഇമേജസ്? പോപ്പുലർ ഇമേജസിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ആഫ്രിക്കയെ കുറിച്ചുള്ള ആ ഒരു സിംഗിൾ സ്റ്റോറി എന്താണ് എന്നാണ് അവൾ പറയുന്നത്. ആഫ്രിക്ക വാസ് എ പ്ലേസ് ഓഫ് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്സ് ആൻഡ് animals and incomprehensible people waiting for the help and kindness of white foreigners എന്ന് പറയുന്ന ആ ഒരു ആൻസർ എടുത്ത് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ we will get 1 മാർക്ക്. നമുക്ക് തീർച്ചയായിട്ടും എത്ര മാർക്ക് കിട്ടും, 1 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. സിമ്പിൾ അല്ലേ? ആണ്. അത് തന്നെയാണ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക എന്ന് പ്രതീക്ഷിക്കുന്നു. നാലാമത്തെ ചോദ്യം, what was Adichie's reaction when Africa was referred to as a country? ആഫ്രിക്ക ഒരു കൺട്രിയാണ് എന്ന് റെഫർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അഡീച്ചി അതിനെ റിയാക്ട് ചെയ്തത്, എങ്ങനെയാണ് അവൾ അതിനോട് റിയാക്ട് ചെയ്തത് എന്നുള്ള ചോദ്യം. എങ്ങനെയാ? അഡീച്ചി ഗോട്ട് ക്വയറ്റ് ഇറിറ്റബിൾ. അവർക്ക് അത് എന്തായിട്ട് തോന്നി, ഇറിറ്റബിൾ ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് വെൻ ആഫ്രിക്ക വാസ് റെഫേർഡ് ടു ആസ് എ കൺട്രി. എപ്പോ കൺട്രിയാണ് എന്ന് റെഫർ ചെയ്യുന്ന സമയത്ത്. സോ അഡീച്ചി ഗോട്ട് ക്വയറ്റ് ഇറിറ്റബിൾ എന്ന് പറയുന്ന ആ ഒരു ആൻസർ എടുപ്പിക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഹൗ മെനി മാർക്സ്? യെസ്, 1 മാർക്ക്. ഓൺലി 3 persons ഏത് സമ്മറി ആണ് പഠിക്കേണ്ടത്? ഏത് സമ്മറിയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ചാപ്റ്ററിന്റെ സമ്മറിയും ലൂമി നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. സമ്മറി നിർബന്ധമായിട്ടും എല്ലാ സമ്മറിയും പഠിച്ചു വെക്കണം. എല്ലാ ചാപ്റ്ററിന്റെയും സമ്മറി പഠിച്ചു പോകണം. ആ ഒരു ഏത് ഭാഗത്തുനിന്നും നമുക്ക് ചോദ്യം എക്സ്പെക്ട് ചെയ്യാം അല്ലെ. ഇപ്രാവശ്യം ആ ഒരു അഡീച്ചിയുടെ ചാപ്റ്റർ എന്നുള്ള പാസേജ് ആണെങ്കിൽ ഇനി SSLC എക്സാമിന് അത് ചിലപ്പോൾ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നാവാം, അല്ലെങ്കിൽ സ്നേക്ക് ആൻഡ് മിറർ ആവാം, ഏതൊന്നും ആവാം. അതുപോലെ വരാൻ പോകുന്ന ലെറ്ററും ഫോർമൽ ലെറ്റർ ആയാലും ഇനി ഏതാണെങ്കിലും സ്പീച്ച് ആണെങ്കിലും ഒക്കെ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും മാറി മറിച്ചു വരാം. അപ്പൊ അതുകൊണ്ട് സമ്മറി എല്ലാത്തിൻ്റെതും അറിഞ്ഞു വെക്കുന്നത് വളരെ നല്ലതാണ്. ആ സമ്മറിയിൽ നിന്നും നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആൻസേഴ്സ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് സമ്മറി എല്ലാം പഠിക്കുക തീർച്ചയായിട്ടും. അപ്പൊ ഏതായാലും അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ പല ആളുകളും തെറ്റിച്ചതായിട്ട് പേപ്പർ നോക്കിയ സമയത്ത് പല ആളുകളും തെറ്റിച്ചതായിട്ടും കണ്ടു. ഏതായാലും ഐഡന്റിഫൈ എ വേർഡ് ഫ്രം ദി പാസേജ് വിച്ച് മീൻസ് നോട്ട് ഏബിൾ ടു ബി അണ്ടർസ്റ്റുഡ്. മനസ്സിലാക്കാൻ കഴിയാത്ത എന്നർത്ഥം വരുന്ന ആ ഒരു വേർഡ്, പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദി പാസേജ് ആണ്. എ വേർഡ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വേർഡ് എഴുതാൻ പാടുള്ളൂ. ആ ഒരു സെന്റൻസ് ഏതെങ്കിലും ഒരു സെന്റൻസ് മുഴുവനായിട്ട് എഴുതി കഴിഞ്ഞാൽ ഒന്നും മാർക്ക് കിട്ടില്ല.
എ വേർഡ്, ഐഡന്റിഫൈ എ വേർഡ് എന്ന് പറഞ്ഞാൽ എത്ര തന്നെ എഴുതണം? ഒരൊറ്റ വേർഡ് തന്നെ എഴുതണം. ആ വേർഡ് ഏതായിരുന്നു മക്കളെ? ഇൻകോംപ്രിഹെൻസിബിൾ എന്നുള്ള വേർഡായിരുന്നു നിങ്ങൾ എഴുതിയിരുന്നത്. അത് തന്നെയാണ് എഴുതിയത് വിചാരിക്കുന്നു. സോ ഇൻകോംപ്രിഹെൻസിബിൾ മീൻസ് നോട്ട് ഏബിൾ ടു ബി അണ്ടർസ്റ്റുഡ് എന്നുള്ള ആ ഒരു മീനിങ് ആണ് അതിനുള്ളത്. അപ്പോൾ ഏതൊരു പാസേജ്, ഏതൊരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിലും കുറേ ഇത്തരത്തിലുള്ള വേർഡ്സ് ഉണ്ട്. മീഗർ, വെരി ലിറ്റിൽ എന്നുള്ള മീനിങ് വരുന്ന ആ ഒരു മീഗർ എന്ന് പറയുന്ന വേർഡ്, സ്നേക്ക് ആൻഡ് മിററിലെ വേർഡ് അല്ലേ. അതുപോലെ ഹിപ്നോട്ടൈസ് അല്ലെങ്കിൽ ക്യാപ്ചർ ദ കംപ്ലീറ്റ് അറ്റൻഷൻ എന്നുള്ള മീനിങ് വരുന്ന മെസ്മറൈസ് എന്നുള്ള ഒരു വേർഡ്, അല്ലെങ്കിൽ സെർച്ച് തറോലി എന്ന് പറയുന്ന ആ മീനിങ് വരുന്ന ഡെൽവ്, ഏതാ അഡ്വഞ്ചേഴ്സിന്റെ ബാനിയൻ ട്രീയിൽ വരുന്ന വേർഡാണ് ഡെൽവ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വേർഡ്സുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്തേ പറ്റൂ? പഠിച്ചു വെച്ചേ പറ്റൂ. അങ്ങനെ പഠിച്ചു വെക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തരത്തില് ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറിയിലെ പാസേജ് തന്നിട്ട് 5 മാർക്കിന് ചോദിച്ച ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. ഇത് തന്നെയാണ് നിങ്ങൾ ആൻസർ പേപ്പറിൽ എഴുതിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അങ്ങനെ തന്നെ ആവട്ടെ. ഇനി അഥവാ തെറ്റിയിട്ടുണ്ടെങ്കിലും ഇപ്പൊ കാര്യമാക്കണ്ട. SSLC എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതായാലും അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഫോം ബേസ്ഡ് ആണ് അല്ലെ. ഏതായിരുന്നു ഫോം? ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന് പറയുന്ന നമ്മുടെ വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു പോം, ആ ഒരു ബാലഡിൽ നിന്നുള്ള ഏതാനും 2 സ്റ്റാൻസുകൾ തന്നിട്ട് അതിൽ നിന്ന് നമ്മളോട് 4 ചോദ്യങ്ങൾ എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 4 മാർക്സ്. ഈ 4 മാർക്സും ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. സ്റ്റാൻസ ഞാൻ വായിക്കുന്നില്ല, അവിടെ നിൽക്കട്ടെ. നിങ്ങളെ സ്റ്റാൻസ് ഒക്കെ വായിച്ച് ആൻസറൊക്കെ ഓൾറെഡി പേപ്പറിലേക്ക് ആക്കിയതാണ്. ടീച്ചേഴ്സ് ഇപ്പോൾ വാല്യുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയോ കയ്യിൽ പേപ്പർ കിട്ടിയ ആളുകളും ഉണ്ടാവും. ഏതായാലും എന്തൊക്കെയാണ് അതിൽ നിന്നുള്ള ചോദ്യങ്ങളും എന്താണ് അതിന്റെ ആൻസർ എന്നുള്ളത് നമുക്ക് നോക്കാം. 6ാമത്തെ ചോദ്യം അല്ലേ. ഹു ഈസ് ദ പ്രീസ്റ്റ് എൻക്വയറിംഗ് അബൌട്ട്? അപ്പോൾ ഞാൻ പേപ്പർ നോക്കിയ സമയത്ത് പല ആളുകളും ഹു ഈസ് ദ പ്രീസ്റ്റ് എൻക്വയറിംഗ് അബൌട്ട് എന്നുള്ള ചോദ്യത്തിന് ഹു ഈസ് ദ പ്രീസ്റ്റ് എന്നുള്ള ആൻസർ എഴുതി വെച്ചത്. അതായത് ഫാദർ ഗില്ലിഗൻ എന്നുള്ള ആൻസർ ചില ആളുകളൊക്കെ എഴുതിയതായിട്ട് കണ്ടു. അത് ആ ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തതുകൊണ്ടാണ്. എന്താണ് ക്വസ്റ്റ്യൻ? ഹു ഈസ് ദ പ്രീസ്റ്റ് എൻക്വയറിംഗ് അബൌട്ട് എന്നുള്ളതാണ്. ആരെയാണ് നമ്മുടെ പ്രീസ്റ്റ് അന്വേഷിക്കുന്നത്, ആരെയാണ് അല്ലെങ്കിൽ ആരെ കുറിച്ചാണ് നമ്മുടെ പ്രീസ്റ്റ് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നോക്കിക്കേ. ആൻഡ് ഈസ് ദ പുവർ മാൻ ഡെഡ്? He cried, he died an hour ago. ഇത് വൈഫിന്റെ റിപ്ലൈ ആണ്. അപ്പൊ ആരെ കുറിച്ചാ ചോദിച്ചത്? Is the poor man dead? ഫാദർ ഗില്ലിഗൻ ചോദിച്ചത് ആ ഒരു പുവർ മാനെ കുറിച്ചിട്ടാണ്. ആ ഒരു സിക്കായി കിടന്നിരുന്ന അല്ലെങ്കിൽ സിക്കായി തലേ ദിവസം താൻ അറ്റൻഡ് ചെയ്യേണ്ടിയിരുന്ന ആ പുവർ മാനെ കുറിച്ചിട്ടാണ് ഫാദർ ഗില്ലിഗൻ അവിടെ ചോദിച്ചത്. അതാണ് ആൻസർ. എ പുവർ സിക്ക് മാൻ ഫോർ ഹൂസ് ലാസ്റ്റ് കമ്മ്യൂണിയൻ ദ പ്രീസ്റ്റ് ഹാഡ് ബീൻ കോൾഡ് ഫോർ. ആരുടെ ലാസ്റ്റ് കമ്മ്യൂണിയൻ ആണോ പങ്കെടുക്കേണ്ടിയിരുന്നത് ആ പുവർ മാനെയാണ് താൻ അന്വേഷിക്കുന്നത് അല്ലേ. തലേ ദിവസം, അതായത് കഴിഞ്ഞ ദിവസം, അതായത് വിളിക്കാൻ വന്ന ദിവസം അറിയാതെ ആ പ്രാർത്ഥന കഴിഞ്ഞ് ഉറങ്ങിപ്പോയ നമ്മുടെ ഫാദർ ഗില്ലിഗൻ പിറ്റേ ദിവസമാണ് ഇവിടെ ചെല്ലുന്നത്, ആ പുവർമാന്റെ വീട്ടിൽ ചെല്ലുന്നത്. ആ ഒരു വൈഫ് ഡോറ് തുറക്കാനിടയില്ല. അപ്പോഴേക്ക് അദ്ദേഹം ചോദിക്കുകയാണ്, ഈസ് ദ പുവർ മാൻ ഡൈഡ് എന്ന് അദ്ദേഹം ചോദിച്ചു. ആരെക്കുറിച്ചാണ് ചോദിച്ചത്? പുവർമാനെ കുറിച്ചിട്ടാണ്. അങ്ങനെ എഴുതിയ ആളെ സംബന്ധിച്ച് 1 മാർക്ക് ഈസി ആയിട്ട് കിട്ടും അല്ലേ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ. Why did the old priest sway in grief? ആ ഒരു ആള് മരണപ്പെട്ടോ എന്ന് ചോദിക്കുന്നു. മറുപടി ആയിട്ട് he has died an hour ago എന്ന് പറയുന്നു. അപ്പൊ അതിനെ തുടർന്ന് വരുന്ന ചോദ്യമാണ് why did the old priest sway in grief? സങ്കടത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത് എന്തുകൊണ്ടാണ്? why did he do that? എന്തുകൊണ്ട് അങ്ങനെ നടന്നു എന്നാ ചോദ്യം. എന്താ കാരണം? The priest felt extremely guilty that he had failed to attend the poor man's last moments. തനിക്ക് എവിടെ പങ്കെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ താനൊക്കെ എവിടെ ചെല്ലാൻ പറ്റിയില്ല, മരണത്തിന് മുന്നേ ആ പുവർമാന്റെ അടുത്ത് എത്താൻ പറ്റിയില്ലല്ലോ എന്നുള്ള കുറ്റബോധം കാരണമാണ് നമ്മുടെ ഫാദർ ഗില്ലിഗൻ എന്ത് ചെയ്തത്? swayed to and fro എന്ന് പറയുന്നത് അല്ലേ. സോ he died an hour ago എന്ന് കേൾക്കുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോ ഫാദർ ഗില്ലിഗൻ in grief swayed to and fro. That means he couldn't attend the last communion of that poor man. അദ്ദേഹത്തിന് ആ ഒരു പുവർ മാന്റെ ലാസ്റ്റ് കമ്മ്യൂണിയൻ, അദ്ദേഹത്തിന് അന്ത്യ കൂദാശ കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി. അതിന്റെ സങ്കടമായിരുന്നു, അതിന്റെ ഗിൽറ്റി ആയിരുന്നു അതിനുള്ള കാരണം എന്ന് പറയുന്നത്. സിമ്പിൾ ആയിരുന്നു ആൻസർ അല്ലേ. ഏതായാലും 8th ക്വസ്റ്റ്യൻ. Pick out an instance of simile from the given stanza എന്നുള്ളതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു പോയറ്റിക് ഡിവൈസ് കണ്ടെത്താൻ പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സിമിലി? സിമിലി ഈസ് ദ ഇൻഡയറക്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ 2 unlike things using as or like.
ആസോ ലൈക്കോ ഉപയോഗിച്ചിട്ട് രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സിമിലി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ഈസ് ലൈക്ക് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഈസ് ലൈക്ക് ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈക്ക് ഉള്ളത് കൊണ്ട് അത് എന്തിനുള്ള എക്സാമ്പിൾ ആണ്, സിമിലിക്കുള്ള എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ ആസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരേ ഒരു എന്ത് മാത്രമേ ഉള്ളൂ, സിമിലി മാത്രമേ ഉള്ളൂ. വെൻ യു were gone he turned and died as merry as a bird. He turned and died. അദ്ദേഹം മരണപ്പെട്ടു ഏതുപോലെ, as merry as a bird, പീസ്ഫുള്ളി എന്നുള്ള മീനിങ്ങോടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആസ് മെറി ആസ് എ ബേർഡ് എന്നുള്ള ആ ഒരു ലൈൻ ആണ് നിങ്ങൾ എന്തായിട്ട് എടുക്കേണ്ടത്, സിമിലി ആയിട്ട് എടുക്കേണ്ടത്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സിമിലി ഫ്രം ദ ചാപ്റ്റർ, ഫ്രം ദ ലെസൺ ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. എഴുതിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു, തെറ്റിക്കരുത് കേട്ടോ. ഇനി അടുത്തത്, ഐഡന്റിഫൈ ദ റൈം സ്കീം ഓഫ് ദ ഗിവൺ ലൈൻസ്. എന്ത് സിമ്പിൾ ആയിട്ടാ ചോദിച്ചത്, റൈം സ്കീം അല്ലെ. നമുക്ക് ആകെ റൈം സ്കീം പഠിക്കാനുള്ളത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ്ങിനും ബാലഡിനും മാത്രമാണ്. ലൈൻസ് റിട്ടൺ ഏർലി സ്പ്രിങ്ങിന് റൈം സ്കീം എ ബി പഠിച്ചാൽ കിട്ടി. അടുത്തത് നമ്മുടെ ബാലഡിന്റെ റൈം സ്കീമോ ABCB എന്നും നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. വേറെ ഒന്നിനും റൈം സ്കീം നമുക്ക് ഇല്ല അല്ലേ. പോയട്രിക്ക് റൈം സ്കീം ഉണ്ടോ, ഇല്ല. ബ്ലോയിങ് ഇൻ ദ വിൻഡോ റൈം സ്കീം, പ്രോപ്പർ റൈം സ്കീം ഉണ്ടോ, ഇല്ല. അതുപോലെ തന്നെ മദർ ടു സൺ റൈം സ്കീം ഉണ്ടോ, ഇല്ല. ആകെ റൈം സ്കീം ചോദിക്കാൻ സാധ്യത ഉള്ളത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ്ങിനും അതുപോലെ ബാലഡിനുമാണ്. അതങ്ങോട്ട് പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് എഴുതിക്കൂടെ. ഇനി റൈം സ്കീം എഴുതാൻ അറിയാത്ത ആരെങ്കിലും ഇപ്പൊ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഈ ഒരു സ്റ്റാൻസ, ഈ ഒരു 4 വരി സ്റ്റാൻസയിൽ ക്രൈഡ് എന്ന് പറയുന്ന ഈ ഒരു വേർഡിന് ഞാൻ എന്ത് ചെയ്യാണ്, എ എന്ന് പറയുന്ന ലെറ്റർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എഗോ എന്ന് പറയുന്ന അടുത്ത വേർഡ് ഈ ക്രൈഡുമായിട്ട് എൻഡിങ് സൗണ്ട് സിമിലർ അല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ ബി എന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഏതാ വേർഡ് വരുന്നത്, ഗില്ലിഗൻ എന്നാണ് വരുന്നത്. എൻഡിങ് സൗണ്ട് വീണ്ടും മാറി. ഇവിടെ ഡ സൗണ്ട് ആണ്, ഇവിടെ ഓ സൗണ്ട് ആണ്, ഇവിടെ ന് സൗണ്ട് ആണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ എന്ത് കൊടുക്കണം, സി എന്ന് കൊടുക്കണം. ഇനി 4ാമത്തെ വരി ഫ്രോ. ഇവിടെ എഗോ ഓ സൗണ്ടിന് നമ്മൾ ബി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫ്രോ വീണ്ടും എന്തെന്നെയാ, ഓ സൗണ്ട് ആണ്. അവിടെയും നമ്മൾ എന്തെന്നെ കൊടുക്കും, ബി എന്ന് കൊടുക്കും. കാരണം എൻഡിങ് സൗണ്ട് സിമിലർ ആയി വന്നു. കിട്ടിയില്ലേ, ABCB. എന്താണ് ദ റൈം സ്കീം ഓഫ് ദ പോം ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ ഇസ് ABCB. ഈസി ആയിട്ട് കിട്ടും. അങ്ങനെ ചെയ്തു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, സമയം ഒരുപാട് ലാഭിക്കാം. കാരണം 2 റൈം സ്കീമേ പഠിക്കാനുള്ളൂ, ലൈൻസ് റിട്ടണും ബാലഡും അല്ലെ. വെറുതെ ഇതൊക്കെ എഴുതി ആ ഒരു മിനിറ്റോ 2 മിനിറ്റോ നമ്മൾ കളയേണ്ട കാര്യമൊന്നും അവിടെ വരുന്നില്ല. എങ്കിൽ പോലും ABCB എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 1 മാർക്ക് അവിടെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു 10 മാർക്കും സ്കോർ ചെയ്ത ആളുകൾ ഉണ്ടല്ലോ അല്ലെ, 10 മാർക്കും സ്കോർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, ഇപ്പൊ കണ്ടവരും കാണാൻ പോകുന്നവരൊക്കെ 10 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാട്ടോ. കമന്റ് ഒക്കെ ചെയ്യാം. ഞാൻ പെട്ടെന്ന് അടുത്തിലേക്ക് പോവാണ്. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അപ്രിസിയേഷൻ എഴുതാനാണ്. 10ാമത്തെ ചോദ്യമായിട്ട് 5 മാർക്കിന് ചോദിച്ചത് അപ്രിസിയേഷൻ ആയിരുന്നു. അപ്രിസിയേഷൻ ഓഫ് ദ പോം മദർ ടു സൺ ആണ് ചോദിച്ചത് അല്ലെ. അപ്രിസിയേഷൻ ഓഫ് ദ പോം മദർ ടു സൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു അപ്രിസിയേഷൻ ആണ് ഏത്, മദർ ടു സൺ. പ്രീവിയസ് വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏതായാലും യു ഹാവ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. ആ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഏതാനും ചില ലൈൻസ് മാത്രം, ബട്ട് ഓൾ ദ ടൈം ഐ ഹാവ് ബീൻ ക്ലൈംബിംഗ് എന്ന് പറയുന്ന ആ ഒരു ഏതാനും ചില ലൈൻസ് മാത്രം തന്നുകൊണ്ട് അതിന്റെ അപ്രിസിയേഷൻ. അപ്പോൾ ഇങ്ങനെ തരുന്ന സമയത്ത് തന്നിരിക്കുന്ന ലൈൻസിന് മാത്രം എന്ത് ചെയ്താൽ മതി, ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എഴുതിയാൽ മതി. അതുപോലെ പോയറ്റിക് ഡിവൈസും ആ തന്നിരിക്കുന്ന ലൈനുകളിൽ നിന്ന് മാത്രം എടുക്കുക. ഇനി അതല്ല, നിങ്ങൾ ഏതെങ്കിലും അപ്രിസിയേഷൻ കാണാതെ പഠിക്കുന്ന ടൈപ്പ് ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ക്ലാസ്സിലൊക്കെ നമ്മൾ ഒരുപാട് കാണാറുണ്ട്. അപ്രിസിയേഷൻ കൊടുക്കുന്ന അപ്രിസിയേഷൻ അതുപോലെ കാണാതെ പഠിച്ച് ചോദിച്ചാൽ അതുപോലെ എഴുതി വെക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെയും എഴുതാം, നോ ഇഷ്യൂസ്. അപ്പോൾ ഇവിടെ ഏതായാലും ഞാൻ മദർ ടു സണ്ണിന്റെ അപ്രിസിയേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. മദർ ടു സൺ ലാങ്സ്റ്റൺ യൂക്സ് അപ്രിസിയേഷൻ. ഇങ്ങനെയൊക്കെ ഹെഡിങ് ഒക്കെ കൊടുക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ ഒക്കെ കൃത്യമായിട്ട് ഇടുക. അതും പറയണം. ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ആൻസർ പേപ്പർ നോക്കിയ സമയത്ത് പലതിനും ക്വസ്റ്റ്യൻ നമ്പർ ഇടുന്നില്ല കുട്ടികൾ. എന്താണ് സംഭവം എന്നറിയില്ല, വേഗം ആൻസർ എഴുതുന്നു, ക്വസ്റ്റ്യൻ നമ്പർ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള മിസ്റ്റേക്സുകളൊന്നും ഒരു കാരണവശാലും വരുത്തരുത്. ക്വസ്റ്റ്യൻ നമ്പർ ഒക്കെ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം അവസാനത്തെ 5 മിനിറ്റിന്റെ ഉള്ളിൽ കേട്ടോ. അപ്പോ മദർ ടു സൺ ലാങ്സ്റ്റൺ യൂക്സ് അപ്രിസിയേഷൻ. Langston Hughes, a key figure in the Harlem Renaissance, penned the evocative poem
mother to son, reflecting the African American experience. In simple, unrhymed verses, you expose a mother's life's challenges through a metaphorical crystal stair. അപ്പോൾ ആർലം റിനൈസൻസ് എന്ന് പറയുന്ന ആ വലിയൊരു മൂവ്മെന്റിന്റെ നേതാവായിട്ടുള്ള ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് എഴുതിയുള്ള ഒരു പോമാണ് മദർ ടു സൺ. ഈ ഒരു പോയത്തിൽ ഒരു ആഫ്രോ അമേരിക്കൻ ആയിട്ടുള്ള ഒരു മദറിനെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുതരുന്നുണ്ട്. അതുപോലെ തന്നെ ആ മദറിന്റെ ലൈഫ് ഒരു ക്രിസ്റ്റൽ സ്റ്റെയറിനോട് മെറ്റഫോറിക്കലായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പോം അദ്ദേഹം എഴുതിയിട്ടുള്ളത്. In the poem Mother to Son, the mother says to her son that life has never been as smooth and comfortable as a crystal stair for her. ഈ ഒരു പോയത്തിൽ മദർ മകന് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ പോലെ എൻ്റെ ലൈഫ് എന്തായിരുന്നില്ല, സ്മൂത്ത് ആയിരുന്നില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നു. Her stair has always had a tax, സ്പ്ലിൻറ്റേഴ്സ് ആൻഡ് ടോൺ ബോർഡ്സ് ഓൺ ഇറ്റ്. അവളുടെ ലൈഫ് ആകുന്ന സ്റ്റെയർ കേസിൽ മുഴുവനും ടാക്സും സ്പ്ലിൻറ്ററും ടോൺ ബോർഡും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നും മകന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ദ ലൈഫ് ഫിൽഡ് വിത്ത് ഫുൾ ഓഫ് ഡിഫിക്കൽട്ടീസ് ആൻഡ് ചലഞ്ചസ്. എല്ലാതരം വെല്ലുവിളികളും പ്രയാസങ്ങളും നിറഞ്ഞൊരു ലൈഫായിരുന്നു മദറിന്റെ ലൈഫ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മദർ ടു സണ്ണിന്റെ മാത്രം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ കാണാൻ സാധിക്കും, നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും കേട്ടോ. ഏതായാലും ദ സ്റ്റെയർ ഈസ് ബെയർ എ ലൈഫ് ബെയർ ഓഫ് ഓൾ ലക്ഷറീസ് ആൻഡ് കംഫർട്ട്സ്. എല്ലാത്തരം ആഡംബരത്തിന്റെയും ഇല്ലായ്മയാണ് ആരുടെ ലൈഫ്, മദറിന്റെ ലൈഫ്. However, she still climbs on, reaching landings, turning corners, sometimes going through the darkness. She advises her son, boy, don't you turn back. അപ്പോൾ പ്രയാസം നിറഞ്ഞ ആ ലൈഫുള്ള മദർ തന്നെ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, don't you turn back. That means you don't turn back. നീ ഒരിക്കലും എന്ത് ചെയ്യരുത്, തിരിഞ്ഞു നോക്കരുത്, ലൈഫിൽ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക, go forward, മുന്നോട്ട് തന്നെ പോകാനായിട്ട് ഉപദേശിക്കുകയാണ്. She instructs him not to go back down the stairs even when he finds climbing is hard. മുന്നോട്ടുള്ള പോക്ക് എത്ര പ്രയാസങ്ങൾ നിറഞ്ഞതായാലും തിരിഞ്ഞു പോകരുത്, മുന്നോട്ട് തന്നെ പോയിക്കൂടാം. She encourages him to climb the stairs of life by saying that she is still going and still climbing in her old age. ഈ ഒരു പ്രായത്തിലും ഈ ഒരു ഓൾഡ് ഏജിലും മദർ എന്ത് തന്നെയാണ്, മുന്നോട്ടുള്ള യാത്രയിൽ തന്നെയാണ്, പിന്നോട്ടെടുക്കാൻ അവൾ തയ്യാറായിട്ടില്ല എന്ന് മകനെ പറഞ്ഞ് ഉപദേശിക്കുന്നു. And in the poem, the poet depicts the mother as an epitome of the African American's life during the early 20th century. ആ ഒരു 20th century കാലഘട്ടത്തിലെ ഒരു ആഫ്രിക്കൻ അമേരിക്കന്റെ ലൈഫാണ്, അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്, ഒരു എക്സാമ്പിൾ ആണ് ആരുടെ ലൈഫ്, ഈ മദറുടെ ലൈഫ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു പോയത്തിന്റെ കുറെ പ്രത്യേകതകളാണ് പറയുന്നത്, ഞാൻ വായിക്കുന്നില്ല. ഈ ഒരു പോം ഒരു ഡ്രാമറ്റിക് മോണോലോഗിനുള്ള എക്സാമ്പിൾ ആണ്. അതുപോലെ ഫ്രീ വേർഡ് സ്റ്റൈലിലാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അതുപോലെ ദിസ് പോയം ഈസ് എ ഡിഡാക്റ്റിക് പോയം, ഉപദേശിക്കുന്ന രീതിയിലുള്ള ഒരു പോയമാണ്, എൻകറേജിങ് ആണ്, അതുപോലെ ഹോപ്പ്ഫുൾ ആണ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്താണ് ഈ ബെയർ കാർപ്പറ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, സ്പ്ലിൻറ്റേഴ്സ്, ടാക്സ് ഒക്കെ എന്താണെന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ വെർനാക്കുലർ ആൻഡ് ഡയലക്റ്റിക് ലാംഗ്വേജും, അതിന്റെ ലാംഗ്വേജിന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഒരു വെർനാക്കുലർ ലാംഗ്വേജിന്റെ പ്രത്യേകതകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കവിതയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലുള്ള പോയറ്റിക് ഡിവൈസുകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ദ ലൈഫ് ഈസ് കമ്പയർഡ് ടു എ ക്രിസ്റ്റൽ സ്റ്റെയർകേസ്. അത് ഈ ഒരു കവിതയിൽ ഉടനീളം കാണാം. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ എക്സ്റ്റെൻഡഡ് മെറ്റഫർ. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്റ്റൽ സ്റ്റെയറിനോട് കമ്പയർ ചെയ്തിരിക്കുന്ന ലൈഫ്, അല്ലെങ്കിൽ ലൈഫിനെ ക്രിസ്റ്റൽ സ്റ്റെയറിനോട് കമ്പയർ ചെയ്തത് എന്തിനുള്ള എക്സാമ്പിൾ ആണ്, എക്സ്റ്റെൻഡഡ് മെറ്റഫറിനുള്ള എക്സാമ്പിൾ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ലിറ്ററേഷൻസ് ഒരുപാട് ഇതിൽ കാണാൻ സാധിക്കും. ഡ, അതുപോലെ സ് സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഡോണ്ട് യു സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്പ് അല്ലേ, ഡോണ്ട് യു സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്പിൽ ഡോണ്ട് ഡ സൗണ്ട്, ഡൗൺ ഡ സൗണ്ട്, അല്ലെങ്കിൽ സെറ്റിലെ സ് സൗണ്ട്, സ്റ്റെപ്പിലെ സ് സൗണ്ട് വരുന്നത് കൊണ്ട് അത് ലിറ്ററേഷനുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുപോലെ പല സ്റ്റാൻസുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, ആ ഒരു പേജ് ഒന്ന് മറിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ആ ഒരു ഭാഗം കഴിഞ്ഞ് അടുത്ത ആ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ആൻഡിൽ തുടങ്ങുന്ന ഒരുപാട് വരികൾ കാണാം. സച്ച് repetition of a word or phrase in the beginning of lines is called or lines are called anaphora. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, അനഫോറ എന്ന് വിളിക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു തവണ ഒരു വീഡിയോയിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ എന്ത് ചെയ്യാത്തത്, വിശദീകരിച്ച് കിടക്കാത്തത് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ അപ്രിസിയേഷനായി, ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകിൽ പഠിച്ച അപ്രിസിയേഷൻ അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേപ്പറിലേക്ക് പകർത്താം. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സ്വന്തമായിട്ടൊരു അപ്രിസിയേഷൻ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അപ്രിസിയേഷൻ്റെ മോഡലും നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ മോഡൽ കൃത്യമായിട്ട് പഠിക്കുക. ഒരിക്കൽ കൂടി എല്ലാ മോഡലുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അത് നിങ്ങളെ സംബന്ധിച്ച് അല്ലേ, ഇപ്പം നിലവിലുള്ള SSLC സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ടുള്ള റാൻസിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും. അത്
മാർച്ച് 4 മുന്നേ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആ ഒരു ക്ലാസ്സോട് കൂടി ആ ഒരു എക്സാമിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കി തരും കേട്ടോ. അപ്പോൾ അതിൽ മോഡൽസ് ഉണ്ടാവും, സമ്മറീസ് ഉണ്ടാവും, എല്ലാ ചാപ്റ്ററിൻ്റെ ഒരു ചെറിയ പ്രിസൈസ് ആയിട്ടുള്ള ഒരു സമ്മറി ഉണ്ടായിരിക്കും. അതെല്ലാം കൂടി കേൾക്കുമ്പോൾ എല്ലാം കൊണ്ടും ആ ചാപ്റ്റർ മൊത്തത്തിലൊന്ന് ഓടിച്ചു പോകാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അതാണ് 10ാമത്തെ ചോദ്യമായിട്ടുള്ള അപ്രിസിയേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നേരെ അടുത്തതിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പാസേജ് ആണ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. ഈ ഒരു പാസേജ് ഇനി എന്തായാലും അടുത്ത SSLC എക്സാമിന് വരില്ല. അപ്പോൾ ക്വസ്റ്റ്യൻസ് 11 to 15 ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് എന്തായാലും വരും. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. റീഡിംഗ് കോംപ്രിഹെൻഷനിൽ അൺനോൺ ആയിട്ടുള്ള ഒരു പാസേജ്, നമ്മൾ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത ഏതെങ്കിലും ഒരു പാസേജ് തന്നിട്ട് ഒരു 4 or 5 ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതി ഉണ്ടാവാറുണ്ട്. ആ ഒരു രീതി ഇനിയും ഉണ്ടാവും SSLC എക്സാമിന് അല്ലേ. നിങ്ങൾ എഴുതാൻ പോകുന്ന SSLC എക്സാമിനും ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന പാസേജ് നല്ലതുപോലെ വായിക്കുക. അതിൽ കാണുന്ന നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്ത ഇത്തരത്തിലുള്ള വേർഡ്സുകളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് മൊത്തത്തിലൊന്ന് ആ ഒരു പാസേജിന്റെ മീനിങ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. കൂൾ ഓഫ് ടൈമിൽ തന്നെ ഒരു 2 തവണ വായിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ക്വസ്റ്റ്യൻ വായിച്ചതിൻ്റെ ആൻസർ എഴുതി പോകുന്ന രീതി നമുക്ക് സ്വീകരിക്കാൻ പറ്റിയാൽ ടൈം ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിന്നുള്ള ചോദിച്ച ചോദ്യങ്ങളൊന്നും ഞാൻ വായിക്കുന്നില്ല. കാരണം ഈ ക്വസ്റ്റ്യൻ ഇനി എന്തായാലും ഈ SSLC എക്സാമിന് വരില്ല എന്നുള്ളത് കൊണ്ടാണ്. അതിലെ ആ ഒരു പിക്ക് ഔട്ട് എ വേർഡ് ക്വസ്റ്റ്യൻ നമ്പർ 15 ഞാനൊന്ന് പറയാം. പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് റിലേറ്റിംഗ് ടു ഓർ ഡൺ ബൈ ഓൾ പീപ്പിൾ ഓർ തിങ് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിലെ എല്ലാവരും ചെയ്യുന്നതോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഉള്ളത് എന്നുള്ള അർത്ഥം വരുന്ന ആ ഒരു വേർഡ് യൂണിവേഴ്സലാണ്. പല ആളുകളും എഴുതി വെച്ചത് ആന്ത്രോമോർഫിക് എന്ന് പറയുന്ന ഈ ഒരു വേർഡാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അബദ്ധം നിങ്ങൾക്കും പറ്റിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഞാൻ യൂണിവേഴ്സൽ എന്ന് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എക്സലന്റ്, വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. അത് അതുപോലെ കീപ്പ് ചെയ്തോളാം. നിങ്ങൾ പക്കാ റൂട്ടിലാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഏതായാലും ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 15ന്റെ ആൻസർ എന്താണ്, യൂണിവേഴ്സൽ ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 15 ചോദ്യങ്ങൾ നമ്മളിപ്പോൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്നത് നിങ്ങൾക്കറിയാം ഡിസ്കോഴ്സുകളാണ്. റൈറ്റപ്പും നരേറ്റീവും റിവ്യൂവും ഒക്കെ അടങ്ങിയിട്ടുള്ള ഡിസ്കോഴ്സുകളാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, വരാനുള്ളത്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഈ വന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, പല മോഡൽ എക്സാമുകൾക്കും വന്ന ക്വസ്റ്റ്യൻസ് SSLC എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് വന്ന ചോദ്യങ്ങൾ ഇനി വരില്ല എന്ന് വിചാരിച്ചിട്ട് മൈൻഡ് ചെയ്യാതിരിക്കരുത്. ഒന്നുകിൽ ഇതേ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യനോ ആയിട്ട് എന്ത് ചെയ്യാം, അത് വരാം. നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ 16 to 17 7 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ആൻസർ ഇനി 1 of the following in about 120 words. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 16 എന്താണ്, റിവ്യൂ ഓഫ് ദ സ്റ്റോറി വാങ്ക എന്ന് പറയുന്ന ആ ലെസന്റെ റിവ്യൂ എഴുതാനാണ്. ഇത് നമ്മുടെ റാൻസ് ഫോളോ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായി മാറിയിട്ടുണ്ടാവും. കാരണം തലേ ദിവസം മോഡൽ എക്സാമിന്റെ തലേ ദിവസം നമ്മൾ ചെയ്ത ആ ഒരു എക്സ്പെക്ടിങ് ക്വസ്റ്റ്യൻസിന്റെ കൂട്ടത്തിൽ ഏതും ഉണ്ടായിരുന്നു, ഈ ഒരു വാങ്കയും ഉണ്ടായിരുന്നു. അത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീ മോഡൽ എക്സാമിന് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റും കഴിഞ്ഞ സെക്കൻഡ് ടേം എക്സാമിന് നെവർനെസ്റ്റും റിവ്യൂ വന്നതുകൊണ്ട് അതാവില്ല, മിക്കവാറും വാങ്കയോ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ജാക്കറ്റോ ഒക്കെ ആവാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു, വാങ്ക എന്ന് പറയുന്ന ലെസന്റെ റിവ്യൂ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ എടുത്ത് കാണാം. അതിൽ വാങ്കയുടെ റിവ്യൂ ഞാൻ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് സെർവ്സ് ആൻ അപ്രന്റീസ് ടു ആലിയാക്കിന്റെ അപ്രന്റീസ് ആയിരുന്നു വാങ്ക. അണ്ടർഗോസ് മിസ്ട്രീറ്റ്മെന്റ്, വാങ്കയ്ക്ക് ആലിയാക്കിന്റെ അടുത്തുനിന്നും മിസ്ട്രസിന്റെ അടുത്തുനിന്നും സീനിയർ അപ്രന്റീസിന്റെ അടുത്തുനിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, മിസ്ട്രീറ്റ്മെന്റ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചെറിഷ്യസ് മെമ്മറീസ് ഓഫ് ഹിസ് ഗ്രാൻഡ് ഫാദറിന്റെ ആ ഒരു ഓർമ്മകളൊക്കെ അവൻ ഒരുപാട് ഇതിലേക്ക് കൊണ്ടുവരുന്നത് നമുക്കറിയാം. ദെൻ റൈറ്റ്സ് ലെറ്റർ ടു ഗ്രാൻഡ് ഫാദർ. അങ്ങനെ ഗ്രാൻഡ് ഫാദറിനെ ലെറ്റർ വഴി എന്ത് ചെയ്യുന്നു, അവൻ കാര്യങ്ങൾ അറിയിക്കുന്ന ആ റിവ്യൂ മോഡൽ എക്സാമിന്റെ തലേ ദിവസം നമ്മൾ തന്നിട്ടുള്ള ആ വീഡിയോയിലകത്തുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഒരു റിവ്യൂ എഴുതുന്ന സമയത്ത് ആ ഒരു ചാപ്റ്ററിന്റെ ഫുൾ ഏരിയ നിങ്ങൾ കവർ ചെയ്യണം. ആ ഒരു സമ്മറി തന്നെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റിവ്യൂ എഴുതാൻ പറ്റും. നല്ലൊരു ഇൻട്രൊഡക്ഷൻ, എഴുത്തുകാരനെ കുറിച്ചുമൊക്കെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ആ ഒരു കഥയുടെ പ്ലോട്ട് ഫുള്ളായിട്ട് റിവീൽ ചെയ്യാതെ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ അവിടെ ഇവിടേക്ക് ഒന്ന് തൊടാതെ
എല്ലാ ക്യാരക്ടേഴ്സിനെയൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, പറയണം. നിങ്ങൾക്ക് ആ ഒരു കഥയിൽ ആ ഒരു സ്റ്റോറിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ, ക്യാരക്ടർ ആരൊക്കെയാണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ഒന്ന് കൺക്ലൂഡും ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, റിവ്യൂ ആയി. നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം റിവ്യൂ. ഇപ്പോൾ വല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കയറി വരുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ 2012 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ 2013 തന്നെ എടുത്തോ നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മോഡൽ പബ്ലിക് എക്സാമുകളിൽ റിവ്യൂ വല്ലാതെ കാണാൻ സാധിക്കില്ല. പക്ഷെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ആര്, റിവ്യൂ. അപ്പോൾ ഇനി ഏതും വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. സോ പ്രിപ്പയർ റിവ്യൂ ഓഫ് ഓൾ ദ ലെസൺസ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എല്ലാ ലെസണിൻ്റെ ഒരു റിവ്യൂവിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ടൊന്ന് എഴുതി വെക്കുക. അതൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏത് ചോദിച്ചാലും എഴുതാൻ സാധിക്കും. സോ ഈ ഒരു ആൻസർ ഡിസ്കസ് ചെയ്യുന്നില്ല, മറ്റു വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. 17th ക്വസ്റ്റ്യൻ എന്താണ്, നരേറ്റീവ് ആണ്. The doctor in the story, the best investment I ever made, recollects attending a misguided youth who attempted suicide. ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിച്ച ഒരു ചെറുപ്പക്കാരനെ ആര് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ എജെ ക്രോണിൻ അല്ലെങ്കിൽ ഡോക്ടർ ഇൻ ദ സ്റ്റോറി ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പ്രിപ്പയർ എ ബ്രീഫ് നരേറ്റീവ് ഓൺ ദ ഇവന്റ്സ് ദാറ്റ് അൺഫോൾഡഡ് ഓൺ ദ ഫെയ്റ്റ്ഫുൾ നൈറ്റ്. അന്ന് രാത്രി നടന്ന കാര്യങ്ങൾ ഒരു നരേറ്റീവ് ആയിട്ട്, അതായത് മിസ്റ്റർ ജോണിന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് നരേറ്റ് ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. 120 വേർഡ്സ് എന്ന് പറഞ്ഞാൽ അത്ര മാത്രം എഴുതാനുണ്ട് എന്ന് വിചാരിക്കാം. സർജൻ കാൾസ് ഓൺ ദി ഡോക്ടർ. അപ്പൊ എവിടെ മുതൽ മതി, ആ ഒരു സർജന്റ് ഓഫ് പോലീസ് നമ്മുടെ ഡോക്ടർ അടുത്തേക്ക് കോൾസ് ഓൺ, ഇറ്റ്സ് എ ഫ്രേസൽ വെർബ് റൈറ്റ്. ഇതൊരു കോളോൺ എന്ന് പറയുന്ന ഒരു ഫ്രേസൽ വെർബ് ആണ്, അറിയാലോ അല്ലേ? എന്താ മീനിങ്, വിസിറ്റ് എ പേഴ്സൺ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ സർജന്റ് ആരെ വന്ന് കാണുന്നു, ഡോക്ടറിനെ വന്ന് കാണുന്നു. ഫൈൻഡ്സ് എ യങ് മാൻ അൺകോൺഷ്യസ്. അങ്ങനെ ചെന്ന് ആ ഒരു ലേഡിയുടെ ആ ഒരു എന്തായിരുന്നു, ആ ലാൻഡ് ലേഡിയുടെ ആ ഒരു അറ്റിക്കിൽ എത്തിയ സമയത്ത് ഒരു മാൻ അവിടെ അൺകോൺഷ്യസ് ആയി കിടക്കുന്നത് അവർ കാണുന്നു. ഗിവ്സ് റീസസിറ്റേഷൻ, അയാൾക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ പുനർജീവന പ്രവൃത്തികൾ അവർ ചെയ്യുന്നു. ബ്രിങ്സ് യങ് മാൻ ബാക്ക് ടു ലൈഫ്, മിസ്റ്റർ ജോൺ എന്ന് പറയുന്ന ആ വ്യക്തിയെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരുന്നു. ദ യങ് മാൻ ടെൽസ് ഹിസ് സ്റ്റോറി, അദ്ദേഹത്തിന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ പറയുന്നു. അത്രയും ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, കൃത്യമായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. അതായത് നേരെ ഷിപ്പിൽ യാത്ര ചെയ്തതും ഒരു പാസഞ്ചർ തന്നെ ഒബ്സർവ് ചെയ്തതും ഒന്നും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, എഴുതേണ്ട കാര്യമില്ല. നമ്മളൊരു തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ സർജന്റും അതുപോലെ തന്നെ ഡോക്ടറും അതുപോലെ ലാൻഡ് ലേഡിയും അന്ന് ചെയ്തിട്ടുള്ള ആ ഒരു മഹത്തായ ആ ഒരു സഹായം, അതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു തേർഡ് പേഴ്സൺ നരേറ്റീവ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. സോ എന്താ എജെ ക്രോൺ എന്നോ അല്ലെങ്കിൽ ദ നരേറ്റർ വാസ് വർക്കിംഗ് ആസ് എ ഡോക്ടർ ഇൻ ലണ്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയിട്ട് ആവർന്ന് ഇങ്ങനെ പോവാം. ആൻഡ് ഇറ്റ് വാസ് 1 o'clock of number night എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തുടങ്ങുന്നു. സർജന്റ് ഓഫ് പോലീസ് കോൾഡ് ഹിം ആൻഡ് ഹി ഇൻഫോംഡ് ഹിം ദാറ്റ് അബൌട്ട് എ സൂയിസൈഡ് കേസ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ എ നിയർ ബൈ ലോഡ്ജിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പോവുക. ഇതിനും എന്ത് മതി, സമ്മറി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ ആ ഒരു വീഡിയോക്കകത്ത് ചെയ്തിട്ടുണ്ട്. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന് പറയുന്ന ലെസൺ മാത്രം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദ സെയിം ക്വസ്റ്റ്യൻ ക്യാൻ ബി സീൻ. അവിടെ നിങ്ങൾക്ക് ഈ ചോദ്യം എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതും ഒന്ന് എടുത്തു നോക്കുക, ഒന്നും സ്കിപ്പ് ചെയ്യരുത്. എല്ലാ വീഡിയോസും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഒന്നും കൂടി ഒക്കെ ഒന്ന് പോയി കാണേണ്ടി വരും. സ്വാഭാവികമായിട്ടും എല്ലാം ഒക്കെ മറന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു നരേറ്റീവ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, കഴിഞ്ഞ ആ ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വീഡിയോ നമ്മുടെ റാൻസിന്റെ വീഡിയോ ലിസ്റ്റിൽ നോക്കിയിട്ട് കണ്ടെത്തുക. അത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നരേറ്റീവ് നിങ്ങൾക്ക് കിട്ടും. ഒന്ന് എഴുതിയെടുക്കുക. അതൊക്കെ എഴുതിയെടുത്ത് ഒന്ന് നോക്കിയിട്ട് മോഡലൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി ടു റൈറ്റ് ഫോർ ദ കമ്മിങ് എക്സാമിനേഷൻ. ഇതേ ഒരു ചോദ്യം അല്ലെങ്കിൽ ഇത് തന്നെ ആവണമെന്നില്ല. ഇനിയിപ്പോ നമ്മുടെ എജെ ക്രോണിൻ അല്ലെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യാണ്, തൻ്റെ വൈഫിനോ അല്ലെങ്കിൽ തൻ്റെ ഫ്രണ്ടിനോ ഈ ചെറുപ്പക്കാരനെ രക്ഷിച്ച കാര്യം ഒരു ലെറ്റർ ആയിട്ട് എഴുതി അറിയിക്കുക എന്ന് വിചാരിക്കുക. അപ്പോഴും ഇത് തന്നെയാണ് കണ്ടന്റിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ, സെയിം സാധനം തന്നെയാണ്. അപ്പൊ ഇത് എഴുതാനും ഒക്കെ ആ ഒരു നരേറ്റീവ് നിങ്ങളെ എന്ത് ചെയ്യും, സഹായിക്കും. അപ്പോൾ ഈ ഒരു 16ാമത്തെയും 17ാമത്തെയും ക്വസ്റ്റ്യൻ നമ്പർ 16 and 17 വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു വെച്ചതാണ്. അതേ മോഡൽ എക്സാമിന് വന്നിട്ടുള്ളൂ എന്നുള്ള സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കയറുന്നു. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. Question number 18 to 20. Answer any 2 of the following. Each question carries 5 marks. 5 മാർക്കിനുള്ള 3 ചോദ്യങ്ങൾ തരും. അതിൽ എത്ര എഴുതിയാൽ മതി, 2 എണ്ണം എഴുതിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നു. ഏതാണ്, നോട്ടീസ് ക്വസ്റ്റ്യൻ ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അടുത്ത SSLC എക്സാമിനും എന്തുണ്ടാവും, ഒരു നോട്ടീസ് എഴുതാനുണ്ടാവും. അപ്പൊ നോട്ടീസ് എഴുതുന്ന സമയത്ത് ഇവിടെ ദ ഇംഗ്ലീഷ് ക്ലബ്ബ് ഓഫ് യുവർ സ്കൂൾ
decides to conduct a seminar on the topic books are the stairways of our imagination എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരു സെമിനാർ. As the secretary of the club, prepare a likely notice inviting everyone to the seminar. എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരു നോട്ടീസ് തയ്യാറാക്കണം. ഒരു ക്ലീഷേ സെന്റൻസ് ആണ്, അതുപോലെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ക്ലബ് ആണെന്ന് മനസ്സിലായി, ഒരു സെമിനാർ ആണ് നമ്മുടെ പ്രോഗ്രാം എന്ന് മനസ്സിലായി. സെമിനാറിന്റെ ടോപ്പിക് എന്താ? ബുക്സ് ആർ ദ സ്റ്റെയർവേസ് ഓഫ് അവർ ഇമാജിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് നോട്ടീസ് എഴുതാം. ഇതുപോലെ ദ മോഡൽ ഓഫ് നോട്ടീസ്. ഈ ഒരു മോഡലിലേക്ക് നമുക്ക് കൊടുക്കാനേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോട്ടീസ് എഴുതാൻ പറ്റും. ആദ്യം എന്ത് ചെയ്യുക? നോട്ടീസ് ചെയ്യുന്ന സമയത്ത് നോട്ടീസ് എന്നുള്ളൊരു ഹെഡിങ് ആദ്യം അങ്ങോട്ട് കൊടുത്തുവിടാം. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ നെയിം ഓഫ് ദ പ്രോഗ്രാം. നെയിം ഓഫ് ദ പ്രോഗ്രാം നമുക്ക് എന്ത് കൊടുക്കാം? എ സെമിനാർ ഓൺ ദ ടോപ്പിക് ബുക്സ് ആർ ദ സ്റ്റെയർവേസ് ഓഫ് അവർ ഇമാജിനേഷൻ. പ്രോഗ്രാമിന്റെ പേരായി. ദെൻ നെയിം ഓഫ് ദ സ്കൂൾ കൊടുക്കാം. എന്ത് കൊടുത്താൽ മതി? ABC സ്കൂളെന്നോ XYZ സ്കൂളെന്നോ എന്തെങ്കിലും ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ അതുമായി. 3 സ്റ്റെപ്പോടെ കഴിഞ്ഞു. ഇനി എല്ലാവരെയും ക്ഷണിക്കണം. സോ ഡിയർ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ് അല്ലെങ്കിൽ ഡിയർ സ്റ്റുഡൻസ് എന്ന് പറയുന്ന എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള ആ ഒരു സല്യൂട്ടേഷൻ കൊടുക്കുന്നു. ഒരു കോമ ഇടുന്നു. കുറച്ചൊന്ന് തള്ളിയിട്ട് ഒരു പാരഗ്രാഫ് തുടങ്ങുന്ന പോലെ തുടങ്ങാം. എന്താ? ദ നെയിം ഓഫ് ദ ക്ലബ്. എന്താണ് ക്വസ്റ്റ്യനിൽ? ഇംഗ്ലീഷ് ക്ലബ് ആണ്. സോ ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് ABC സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട്. നെയിം ഓഫ് ദ പ്രോഗ്രാം കൊടുക്കണം. നെയിം ഓഫ് ദ പ്രോഗ്രാം എന്ത് കൊടുക്കാം? ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട്. ശ്രദ്ധിക്കണേ, എ സെമിനാർ ഓൺ ദ ടോപ്പിക്. അവിടെ ഉണ്ട് എ സെമിനാർ ഓൺ ദ ടോപ്പിക്. എന്തായിരുന്നു സെമിനാറിന്റെ ടോപ്പിക്? ബുക്സ് ആർ ദ സ്റ്റെയർവേസ് ഓഫ് അവർ ഇമാജിനേഷൻ എന്ന് ഇവിടെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും കഴിഞ്ഞു. ഓൺ ഒരു ഡേറ്റ് കൊടുക്കുക. ഒരു കംപ്ലീറ്റ് ഡേറ്റിന്റെ മുന്നിൽ ഓൺ ആണ് കൊടുക്കുക. അറ്റ് ടൈം കൊടുക്കുക. ഇൻ സ്കൂൾ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ഭാഗം അവിടെ കഴിഞ്ഞില്ലേ മക്കളെ? കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഇനാഗുറേറ്റർ നമുക്ക് ഡിസൈഡ് ചെയ്യണം. അപ്പൊ ഏതായാലും ബുക്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെമിനാർ ആയതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു എഴുത്തുകാരനെ, വൈക്കം മുഹമ്മദ് ബഷീറോ അല്ലെങ്കിൽ KR മീരയോ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാം. സോ ദ ഫേമസ് മലയാളം റൈറ്റർ KR മീര ഹാസ് കൺസെന്റഡ് ടു ഇനാഗുറേറ്റ് ദ പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാമെന്ന് KR മീര എന്ന് പറയുന്ന ഫേമസ് മലയാളം റൈറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? സമ്മതം അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന അടുത്തൊരു സെന്റൻസ്. ദെൻ ഓൾ ആർ കോർഡിയലി ഇൻവൈറ്റിംഗ് ടു അറ്റൻഡ് ദിസ് പ്രോഗ്രാം. എല്ലാവരെയും ഹൃദയഭാഷയിൽ എന്ത് ചെയ്യുന്നു? ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സ്വാഗതം ചെയ്യുന്നു. ഓൾ ആർ വെൽക്കം. നോട്ടീസ് കഴിഞ്ഞു. ഇനി പ്രോഗ്രാം ഡീറ്റെയിൽസ് എഴുതണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വെക്കാം, നോ ഇഷ്യൂസ്. ഒരു പേജിൽ അതും കൂടി ഉണ്ടെങ്കിൽ ഒരു ഭംഗിയാണ്. അപ്പോൾ പ്രോഗ്രാം ഡീറ്റെയിൽസ് എഴുതുന്ന സമയത്ത് പ്രോഗ്രാം ഡീറ്റെയിൽസ് കൊടുക്കുക. ഒരു ബോക്സിനകത്ത് ഒരു പ്രോഗ്രാം ഡീറ്റെയിൽസ് ഹെഡിങ് കൊടുത്തതിന് ശേഷം ഒരു ബോക്സിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാം? ഈ പരിപാടി നടക്കുന്ന വെന്യൂ, സ്ഥലം ഒന്ന് എടുത്തെഴുതാം. അതുപോലെ ഡേറ്റ് ഒന്ന് എടുത്തെഴുതാം. അതുപോലെ തന്നെ ടൈമും ഒന്ന് എന്ത് ചെയ്ത് കൊടുക്കുക? എടുത്തെഴുതിയിട്ട് അതൊരു ബോക്സ് ഒക്കെ ആക്കി വെക്കുക. നല്ല വൃത്തിയായിട്ട് ചെയ്യുക. എന്നിട്ട് താഴെ പ്രയർ, വെൽക്കം സ്പീച്ച്, പ്രസിഡൻഷ്യൽ അഡ്രസ്, ഇനാഗുറേഷൻ, ഫെലിസിറ്റേഷൻ, വേർഡ് ഓഫ് താങ്ക്സ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഡേറ്റ്, പ്ലേസ്, റൈറ്റ് സൈഡിൽ സെക്രട്ടറി ഓഫ് ദി ക്ലബ്ബ്, പേര്, സിഗ്നേച്ചറും ഇട്ട് കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞു? നോട്ടീസ് കഴിഞ്ഞു. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു മോഡൽ നിങ്ങൾ കീപ്പ് ചെയ്താൽ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് 5 മാർക്സ് എന്ത് ചെയ്യാൻ പറ്റും? നോട്ടീസിന് സ്കോർ ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ പണി. അപ്പം അങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് നോട്ടീസിന്റെ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ നോട്ടീസിന്റെ മോഡൽ ക്ലിയർ ആണോ? ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ട്യൂഷൻ സെന്ററിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലുമൊക്കെ വേറെ മോഡലൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ മോഡലിലാണ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മതി. ഓക്കെ, അതിൽ ട്രസ്റ്റ് ചെയ്യുക. അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി. ഇനി ഇതുവരെ ഒരു നോട്ടീസിന്റെ മോഡലും കിട്ടിയിട്ടില്ല, പഠിച്ചിട്ടില്ല എന്നുള്ള ആളുകൾക്ക് ഇതൊന്ന് എഴുതി എടുത്തിട്ട് എന്ത് ചെയ്യാം? പഠിക്കാം. ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഈസി ആയിട്ട് 5 മാർക്ക് സ്കോർ ചെയ്യാം. ക്ലിയർ ആണോ? കണ്ട് നിലവിലുള്ള ആളുകൾ അത് ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ. ക്ലിയർ ആണോ? പറഞ്ഞേ. നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നോട്ടീസിന്റെ മോഡൽ ക്ലിയർ ആണോ? ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്തൂടെ? പറഞ്ഞേ. ഉള്ള ആളുകളൊന്ന് പറഞ്ഞേ. ഇനി കാണാൻ പോകുന്ന ആളുകൾ വന്നിട്ട് അവർ കമന്റ് ആയിട്ട് ഇട്ടോട്ടെ. ഇപ്പൊ നിലവിലുള്ള ആളുകൾ യെസ്. ബുനിയ നമ്മുടെ സ്ഥിരം ആളിവിടെ ഉണ്ട്. ബുനിയ യെസ് ക്ലിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബുനിയയ്ക്ക് പേപ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് ഒന്ന് പറയാവോ? എത്ര മാർക്ക് കിട്ടി? എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അറിയിക്കണേ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറുന്നു. ഏതാനും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലിയർ ആയിട്ട് നോക്കി പോകുന്നുണ്ട് കേട്ടോ. ഒന്ന് ഡീറ്റെയിൽ ചെയ്യാം. കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, കിട്ടിയിട്ടില്ലെങ്കിൽ വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഡയറിയാണ്. ആരുടെ ഡയറിയാണ്? ഹോമിയോപ്പതിന്റെ ഡയറിയാണ്.
The homeopath in the story, the snake and the mirror, after narrowly escaping the cobra, realizes the futility of indulging in self-love and boasting. ആ ഒരു സെന്റൻസ് കണ്ട് കിളി പോയ ആളുകളൊക്കെ ഉണ്ടെന്ന് കേട്ടു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ഒരു സെൽഫ് ലവും അതുപോലെ ബോസ്റ്റിംഗ്, പൊങ്ങച്ചം പറയുന്നതിൻ്റെയൊക്കെ ആ ഒരു അതിൻ്റെയൊക്കെ ഒരു പ്രോബ്ലംസ് ആർക്ക് മനസ്സിലായി? ഹോമിയോപ്പതിന് വ്യക്തമായിട്ട് മനസ്സിലായി. He writes his thoughts and feelings in his diary. അന്ന് രാത്രി ആ ഒരു സ്നേക്ക് വരികയും അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും ചെയ്ത അന്ന് രാത്രി അദ്ദേഹം എഴുതാൻ സാധ്യതയുള്ള ഒരു ഡയറിയാണ് നിങ്ങളോട് എന്ത് ചെയ്താൻ പറഞ്ഞിട്ടുള്ളത്, എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൽ കുറച്ച് വേർഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങളൊന്ന് കൺഫ്യൂസിങ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യണ്ട, വീണ് പോകണ്ട. ആകെ എത്രയേ ഉള്ളൂ, സ്നേക്ക് വന്ന് വീണ ആ രാത്രിത്തെ ഡയറി. അപ്പോൾ സിമ്പിൾ ആയിട്ടൊരു ഡയറി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും എഴുതിയാൽ പോരാ, കുറച്ചും കൂടിയൊക്കെ നീട്ടണം. ഞാൻ ഒന്ന് സിമ്പിൾ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡയറി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യു ഷുഡ് ഗിവ് എ ഡേറ്റ് എന്തായാലും കൊടുത്തിട്ടുണ്ടാവണം. ദെൻ ഡിയർ ഡയറി, ഞാൻ തുടങ്ങുന്ന അതേ രീതിയിൽ തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. ഡിയർ ഡയറി, ടുഡേ എ സ്കേറി സ്നേക്ക് കെയിം ഇൻ ടു മൈ റൂം. ഒരു പേടിപ്പെടുന്ന സ്നേക്ക് എൻ്റെ റൂമിലേക്ക് വന്നു. ആൻഡ് ഇറ്റ് റിയലി ഫ്രൈറ്റൻഡ് മീ. അതെന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ശരിക്കും പേടിപ്പിച്ചു. ഇറ്റ് മേഡ് മീ തിങ്ക് അബൌട്ട് ഹൗ ഐ ഹാവ് ബീൻ ആക്ടിങ് ലേറ്റ്ലി. ഞാൻ എന്തൊരു മോശമായിട്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാക്കി തരാൻ അതിന് സാധിച്ചു. ഐ റിയലൈസ്ഡ് ദാറ്റ് ബോസ്റ്റിംഗ് ആൻഡ് ബീയിങ് ടു പ്രൗഡ് ഈസ് ഇൻ ദ വേ ടു ഗോ. ഈ പൊങ്ങച്ചം പറച്ചിലും അതുപോലെ തന്നെ വല്ലാതെ അഭിമാനം കൊള്ളുന്നതൊന്നും ശരിയായ രീതിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. ബീയിങ് കൈൻഡ് ആൻഡ് ഹംബിൾ ഈസ് വാട്ട് ട്രൂലി മാറ്റേഴ്സ്. കൈൻഡ് ആയിട്ടിരിക്കുക, ഹംബിൾ ആയിട്ട് വിനയം കാണിക്കുക എന്നുള്ളതാണ് ശരിക്കും വേണ്ടത്. ലൈഫ് ക്യാൻ ബി ഫ്രജൈൽ, സോ ഐ വാണ്ട് ടു അപ്രിഷിയേറ്റ് എവറി സിംഗിൾ മൊമെന്റ് ഫ്രം നൗ ഓൺ. ഇനി അങ്ങോട്ടുള്ള ഓരോ മൊമെന്റിനും ഞാൻ എന്ത് ചെയ്യണം, അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ട് പോകണം, ആസ്വദിക്കണം. ഐ വാണ്ട് ടു ഫോക്കസ് മോർ ഓൺ ബീയിങ് ദർ ഫോർ അതേഴ്സ് ആൻഡ് ലെസ് ഓൺ മൈസെൽഫ്. മറ്റുള്ളവരുടെ കാര്യം നോക്കുക, അല്ലാതെ സ്വന്തം കാര്യം നോക്കി നിൽക്കുന്ന പരിപാടി ഇനിയെങ്കിലും ഇല്ലാതാവണം. ദിസ് എക്സ്പീരിയൻസ് ഹാസ് ടോട്ട് മീ എ വാല്യുബിൾ ലെസൺ. ഈ ഒരു അനുഭവം എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വലിയൊരു പാഠം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഐ വാണ്ട് ടു മേക്ക് പോസിറ്റീവ് ചേഞ്ചസ് ഇൻ മൈ ലൈഫ് മൂവിങ് ഫോർവേഡ്. മുന്നോട്ടുള്ള പോക്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ എനിക്ക് ലൈഫിൽ കൊണ്ടുവരണം എന്ന് പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള ഡയറി. ഇങ്ങനെ സ്നേക്ക് കാര്യമായിട്ട് വീണു എന്നോ, ഞാൻ അവിടെ നിലവിളിക്കാതെ ഐ ഡിഡിൻ ക്രൈ ഔട്ട്, ഐ ഡിഡിൻ ജമ്പ് എന്ന് പറയുന്ന സെന്റൻസുകൾ, ആ ഒരു കാഷ്വൽ ആയിട്ടുള്ള സെന്റൻസിൽ ഉണ്ടല്ലോ ടെക്സ്റ്റിലുള്ള, അതൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. സിമ്പിൾ ആയിട്ടൊരു മോഡൽ കാണിച്ചു എന്ന് മാത്രം. അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു ഡയറി നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്തു വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നരേറ്റീവ് ചോദിക്കാം, ലെറ്റർ ചോദിക്കാം, ഒക്കെ ചോദിക്കാം. ഈ ഒരു ക്വസ്റ്റിനെ തന്നെ ലെറ്റർ ആക്കി മാറ്റാം. അന്നേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം താൻ എന്ത് ചെയ്യാണ്, മദറിനൊരു ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും, സെയിം സാധനം തന്നെ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ കോൺവെർസേഷൻ ആവാം, ഫ്രണ്ടിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന ഹോമിയോപ്പതും ആ ഫ്രണ്ടും തമ്മിലുള്ള കോൺവെർസേഷൻ ആവാം. എങ്ങനെ വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. Then 20th question, 5 മാർക്കിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്, സത്യജിത്ത് വിസിറ്റ്സ് ഡിസ്നി സ്റ്റുഡിയോ ഇൻ ഹോളിവുഡ്. ഹോളിവുഡിലെ ഡിസ്നി സ്റ്റുഡിയോയിൽ ആര് സന്ദർശിക്കുന്നു, സത്യജിത്ത് സന്ദർശിക്കുന്നു. ആൻഡ് ഹി അമേസ്ഡ് ടു ഫൈൻഡ് ദാറ്റ് ആനിമൽ ആക്ടേഴ്സ് ആർ ട്രീറ്റഡ് വിത്ത് റെസ്പെക്ട് ആൻഡ് റെഫറൻസ്. വളരെ റെസ്പെക്റ്റോടെയും വളരെ റെഫറൻസ്, ബഹുമാനത്തോട് കൂടിയിട്ടുമാണ് ഓരോ ആനിമൽ ആക്ടറിനെയും അവിടെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ആർക്ക് മനസ്സിലാവുന്നു, സത്യജിത്രയ്ക്ക് മനസ്സിലാവുന്നു. Then he shares his experience in a letter to his friend. തൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹം ഒരു ലെറ്റർ രൂപത്തിൽ ഒരു ഫ്രണ്ടിനെ അറിയിക്കുകയാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി, സത്യജിത്ത് റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് ആവുമ്പോൾ ഇറ്റ്സ് എ പേഴ്സണൽ ലെറ്റർ. ഇത് ഏത് ലെറ്റർ ആണ്, പേഴ്സണൽ ലെറ്റർ ആണ്, നോട്ട് ഒഫീഷ്യൽ ലെറ്റർ അല്ല എന്ന്, ഇൻഫോർമൽ ലെറ്റർ ആണ്. നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ ഫോർമാറ്റ് നമ്മൾ കീപ്പ് ചെയ്യണം. ലെറ്റർ ഞാൻ കൊടുത്തിട്ടില്ല, മോഡൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ ലെറ്ററിന്റെ മോഡൽ എങ്ങനെയാ, ആദ്യം സെന്റേഴ്സ് അഡ്രസ് ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്, വിത്തൗട്ട് നെയിം. അപ്പൊ ഇവിടെ റേ ആണ് എഴുതുന്നത്, സത്യജിത്രയാണ് എഴുതുന്നത്, അദ്ദേഹത്തിന്റെ പേര് വേണമെന്നില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ടൊരു അഡ്രസ് ഒക്കെ ഉണ്ടാക്കിക്കോളാം. ഫ്ലാറ്റ് നമ്പർ 30 എന്ന് കൊടുക്കുക. വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ സ്കൈലൈൻ എന്നോ എന്തെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ താഴെ ആയാലും കുഴപ്പമൊന്നുമില്ല. സ്കൈലൈൻ എന്ന് പറയുന്ന ഫ്ലാറ്റിലാണ് അദ്ദേഹം താമസിക്കുന്ന രീതിയിൽ വെറുതെ കൊടുക്കുക. അത് കഴിഞ്ഞാൽ കൽക്കട്ട, ഒരു സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അഡ്രസ്സായി. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു അഡ്രസ് ലൈൻ എഴുതി കഴിഞ്ഞാൽ തന്നെ മാർക്ക് അവിടെ സ്കോർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിർബന്ധമായിട്ടും ഒരു ഡേറ്റ്, അഡ്രസ്സ് എഴുതി കഴിഞ്ഞാൽ താഴെ എന്ത് കൊടുത്തോളാം, ഒരു ഡേറ്റും കൊടുക്കുക. ദെൻ ഡിയർ നെയിം, ഇതാണ് അയതാ ഫ്രണ്ടിനൊരു പേര് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പേര് കൊടുക്കാം, അല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട് എന്ന് എഴുതാം. പിന്നെ ഈ തന്നിരിക്കുന്ന സെന്റൻസ് നിങ്ങൾക്ക് ഏത് പേഴ്സണൽ ലെറ്ററിൽ എഴുതാടോ. ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു വെൽ. ഈ ലെറ്റർ നിന്റെ അടുത്തെത്തുമ്പോൾ നീ ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഹാസ് ബീൻ ടു ലോങ് സിൻസ് വി ലാസ്റ്റ് കോട്ടം. നമ്മൾ പരസ്പരം ഒന്ന് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് എന്തായിട്ടുണ്ട്, കുറെ കാലമായിട്ടുണ്ട്. ഐ വാണ്ടഡ് ടു ടേക്ക് എ മൊമെന്റ് ടു റീകണക്ട് ആൻഡ് ഷെയർ സം അപ്ഡേറ്റ്സ് ഫ്രം മൈ എൻഡ്. ഒന്ന് റീകണക്ട് ചെയ്യാനും എൻ്റെ ഭാഗത്തുള്ള കുറച്ച് കാര്യങ്ങൾ നിന്നെ അറിയിക്കാനുമാണ് ഞാൻ ഈ ലെറ്റർ അയക്കുന്നതെന്ന് പറയുന്ന ഫസ്റ്റ് പാരഗ്രാഫ് അവിടെ കഴിഞ്ഞു.
ഏത് പേഴ്സണൽ ലെറ്ററിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെന്റൻസ് കാണാതെ പഠിച്ചിട്ട് എഴുതി കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെയുള്ള ഈ ഡോട്ട് ഡോട്ട് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് ആ ഒരു ഡിസ്നി സ്റ്റുഡിയോയിൽ പോയ അനുഭവങ്ങൾ അല്ലെ. ഹി കുഡ് സീ ആ ഷൂട്ടിംഗ് വിത്ത് എ ആനിമൽ ആക്ടർ, ദാറ്റ് മീൻസ് എ ലാർജ് ഡോഗ്. ദ പ്രൊട്ടാഗണിസ്റ്റ് ഈസ് എ ലാർജ് ഡോഗ്. അദ്ദേഹം കാണാനിടയായ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ആ ഷൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു ലാർജ് ഡോഗിനെ വെച്ചിട്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ലെറ്ററിൽ പറയണം. അതുപോലെ ആ ഒരു കസ്റ്റമറി ആയിട്ടുള്ള ക്യാമറാമാനും ആ കസ്റ്റമറി ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ സ്റ്റാൻഡിന് എന്താന്നൊക്കെ നിങ്ങൾക്ക് പറയാം. ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞ സമയത്ത് ആ ഒരു ലാർജ് ഡോഗ് എവിടെയാണോ നിന്നിരുന്നത് അവിടെ തന്നെ റിമെയിൻ ചെയ്തതും അവിടേക്കൊരു ഡോർഫ് വന്നതും ഡോർഫിന്റെ മേല് ഒരു ഹെയറി ഡോഗ് സ്കിൻ ഇട്ട് കൊടുത്തതും ആ ഒരു ഡോർഫ് ഒരു സ്റ്റാൻഡിനായിട്ട് ആക്ട് ചെയ്തതും ഒക്കെ എന്ത് ചെയ്യണം, ഈ ലെറ്ററിൽ വിശദമായിട്ട് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്ന് വെച്ചാൽ പാരഗ്രാഫ് നമ്പർ 2 to 4 ആ ഒരു 2, 3, 4 പാരഗ്രാഫുകളാണ് ഇവിടെ ഈ ഒരു ലെറ്ററിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. അത് എഴുതി കഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്ന ഭാഗത്ത് ലുക്കിംഗ് ഫോർവേഡ് ടു ഹോപ്പ്ഫുള്ളി കാച്ചിങ് അപ്പ് സൂൺ, ഉടനെ തന്നെ കാണാൻ കഴിയും എന്നുള്ള വിശ്വാസത്തോടു കൂടി വിശ്വസിക്കുന്നു. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് സെൻഡിങ് വാം റിഗാർഡ്സ്, എല്ലാ വിശ്വാസവും അറിയിക്കുന്നു. ടേക്ക് കെയർ, ലവിംഗ്ലി, സത്യയുത്രേ, ഒപ്പ്. ഇത്ര എഴുതി കഴിഞ്ഞാൽ എന്തായി, ലെറ്ററായി, പേഴ്സണൽ ലെറ്ററായി എന്ന് മനസ്സിലാക്കാം. ഗൈസ്, ആർ യു ഗോയിങ് ടു ഹാവ് സ്റ്റഡീഡ്? എല്ലാവരും നല്ല പഠിത്തത്തിലല്ലേ? പിന്നെന്താ നൗഷാദ് ഓപ്പറേഷൻ, നൗഷാദ് ഓപ്പറേഷൻ എന്താ പ്രശ്നം എന്ന് പറഞ്ഞോ? എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞോളൂ, നമുക്ക് മാറ്റം വരുത്താം. വ്യൂവേഴ്സ് ആണോ നിന്റെ പ്രശ്നം? വ്യൂവേഴ്സ് നമുക്ക് പിന്നെ വന്നോളൂടോ. ആരാണ് ആളിനെ മനസ്സിലാവാത്തത്? നിർത്തി പോകാനൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമ്മളെ തളർത്തില്ല മോനെ, തളർത്തില്ല. നമ്മളെ കാണാനുള്ള ആളുകൾ ഇനി വരും. അത് കണ്ടോണ്ടിരിക്കുന്ന ആളുകൾ കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഇനഫ്, അത്ര മതി കേട്ടോ. അപ്പൊ പോകുന്ന ആളുകളുള്ളതൊന്നും നമുക്കൊരു വിഷയമല്ല. ഗൈസ്, യു ഗോയിങ് ടു ഹാവ് സ്റ്റഡി? ഹംറാസ് ചോദിക്കുന്നു. കിട്ടിയിട്ട് ഞാൻ പറയാം. മതി ബുനിയ, കിട്ടിയിട്ട് പറഞ്ഞാൽ മതി. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് പറയാം കേട്ടോ. നമുക്ക് പരിഹരിക്കാൻ പറ്റും നോക്കണം. പരിഹരിക്കാൻ പറ്റും, നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന ആളാണ്. അപ്പോൾ ഏതായാലും ഇതാണ് ലെറ്ററിന്റെ മോഡൽ എന്ന് പറയുന്നത്. ഈ തുടക്കത്തിലുള്ള സെന്റൻസ്, തുടക്കത്തിലുള്ള ഇൻട്രൊഡക്ഷൻ സെന്റൻസും അതുപോലെ തന്നെ ലാസ്റ്റിലുള്ള ഈ സെന്റൻസ് ഒക്കെ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2.5 മാർക്ക് 3 മാർക്ക് ഈ ഒരു മോഡൽ കീപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു ഡോട്ട് ഇട്ട ഭാഗത്ത് ഞാനൊരു ആവറേജ് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിൽക്കുന്ന ആളുകളോടാ പറയുന്നത് കേട്ടോ. അല്ലാത്ത ആളുകൾക്ക് നല്ല തകർത്ത് എഴുതി മാർക്ക് വാങ്ങാം. ഇനി ആവറേജ് ഉള്ള ആളുകളും ഇതുവരെ അങ്ങോട്ട് കയറി വരാത്ത ആളുകൾക്കൊക്കെ മാർക്ക് സ്കോർ ചെയ്യാം. ഇതങ്ങോട്ട് സെന്റൻസ് കാണാതെ പഠിച്ചോ, ഈ ഒരു ഭാഗത്തേക്ക് വേണ്ട കാര്യങ്ങൾ സമ്മറിയിൽ നിന്ന് എടുത്തോ, ഈ ലാസ്റ്റത്തെ ഭാഗം എഴുതിക്കോ. ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതോടുകൂടി 5 മാർക്കിന്റെ 3 ചോദ്യങ്ങൾ അവിടെ അവസാനിക്കുന്നു. ഇനി കയറാനുള്ളത് 6 മാർക്കിന്റെ ചോദ്യങ്ങളിലേക്കാണ്. ക്വസ്റ്റ്യൻസ് 21 to 25 ആണ് വന്നത് അല്ലേ. ആൻസർ എനി 3 ഓഫ് ദ ഫോളോവിങ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 6 മാർക്സ് എന്നാണ് പറയുന്നത്. 6 മാർക്കിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ അതിലെ 21ാമത്തെ ചോദ്യം, റൈറ്റ് എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് വില്യം വേർഡ്സ്വർത്ത് യൂസിങ് ദ ഡീറ്റെയിൽസ് ഗിവൺ ബിലോ എന്നുള്ളതാണ്. തന്നിരിക്കുന്ന ഹിൻസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പ്രൊഫൈൽ എഴുതണം എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഈസി ആയിട്ട് 6 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ത്, പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഷുവർ ക്വസ്റ്റ്യൻ ആണ് പ്രൊഫൈലും നോട്ടീസും. അതെന്തായാലും വരും. അതിന്റെ മോഡൽ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രൊഫൈലിന്റെ മോഡൽ തന്നെ ഞാൻ കാണിക്കാം. എപ്പോൾ പ്രൊഫൈൽ, നിങ്ങൾ പ്രൊഫൈൽ എഴുതുന്ന സമയത്ത് നിർബന്ധമായിട്ടും എന്ത് കൊടുത്തോളാം, ഹെഡിങ് കൊടുക്കണം. എന്ത് മതി, ആരുടെ പ്രൊഫൈലാണോ എഴുതുന്നത് അയാളുടെ പേര് ഹെഡിങ് ആയിട്ട് കൊടുത്തോളാം. എന്നിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ദ ഫേമസ്, ഇപ്പൊ ഇവിടെ നമ്മുടെ വില്യം വേർഡ്സ്വർത്ത് ആണ്. വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പോയറ്റ് ആണ് അല്ലേ. സോ ദ ഫേമസ് ഇംഗ്ലീഷ് പോയറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പേര് വില്യം വേർഡ്സ്വർത്ത് വാസ് ബോൺ ഓൺ, ആ ഡേറ്റ് കൊടുക്കുക. ഒരു കംപ്ലീറ്റ് ഡേറ്റ് ആണോ, നിർബന്ധമായിട്ടും അവിടെ നിങ്ങൾ ഓൺ കൊടുക്കുക. ഇൻ പ്ലേസ്, അവിടെ നിങ്ങൾ പ്ലേസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇൻ പ്ലേസ്, ഇവിടെ പ്ലേസ് കേട്ടോ, ബ്രാക്കറ്റ് ഉണ്ടായിരുന്നു, ഇടാൻ വിട്ടുപോയതാണ്. ദെൻ ഹി ഓർ ഷീ, ആരുടെ പ്രൊഫൈലാണോ അതിനനുസരിച്ച് ഹി അല്ലെങ്കിൽ ഷീ കൊടുക്കുന്നു. കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം എന്ന് പറഞ്ഞിട്ട് ആ ഡീറ്റെയിൽ, ആ ഹിന്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. ഈ ഒരു പ്രൊഫൈലിനകത്ത് എന്ത് തന്നിട്ടില്ല, എഡ്യൂക്കേഷൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ആ സെന്റൻസ് ആവശ്യമില്ല. ദെൻ ഹി ഈസ് അല്ലെങ്കിൽ ഹി വാസ് ഫേമസ് ആസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒക്യുപ്പേഷൻ, ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് പോയറ്റ് ആ രീതിയിൽ നമുക്ക് എഴുതി കൊടുക്കാം. ദെൻ ഹിസ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആർ അല്ലെങ്കിൽ ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ വർക്കിന്റെ പേര് നമുക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ നോട്ടബിൾ വർക്ക്സ് ഡാഫോഡിൽ, സോളിറ്ററി റീപ്പർ, ലയൺസ് കമ്പോസ്ഡ്, ഫ്യൂ മൈൽസ് എബോ കുറെ തന്നിട്ടുണ്ട്, അതെല്ലാം അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ ഹി വാസ് അവാർഡഡ് അല്ലെങ്കിൽ ഷി വാസ് അവാർഡഡ്, ഇവിടെ നമുക്ക് വില്യം വേർഡ്സ്വർത്ത് ആയതുകൊണ്ട് ഹി വാസ് അവാർഡഡ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്ത് കൊടുക്കുക,
അവാർഡ്സും എഴുതി കൊടുക്കുക. ദെൻ ലാസ്റ്റ് സെന്റൻസ് ആയിട്ട് ഹി പാസ്ഡ് അവേ ഓൺ, ആ ഒരു ഡേറ്റ് അറ്റ് ദ ഏജ് ഓഫ് തന്നിട്ടുണ്ടെങ്കിൽ അറ്റ് ദ ഏജ് ഓഫ് എന്ന് പറഞ്ഞിട്ട് എത്രാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നും നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി കൊടുക്കണം. ആ ഒരു മോഡൽ എക്സാമിന്റെ തലേ ദിവസത്തെ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രൊഫൈലിന്റെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു എഡ്യൂക്കേഷന്റെ കാര്യവും ഈ അവാർഡിന്റെ കാര്യമൊക്കെ വേറെ രീതിയിൽ എങ്ങനെ എഴുതാം എന്നുള്ളത് കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. പാസ്ഡ് അവേക്ക് വേറെ രീതിയിൽ ഹി took his last breath on എന്ന് പറയുന്നൊരു സെന്റൻസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ കുട്ടികളുടെ പേപ്പർ നോക്കിയ സമയത്ത് കൺഫ്യൂസിംഗ് ആയിട്ട് കണ്ടത് ഈ ഒരു മൂവ്മെന്റ്, റൊമാൻറ്റിസിസം എന്ന് പറയുന്ന മൂവ്മെന്റിൽ പെട്ട ഒരു പോയറ്റ് ആണെന്നുള്ള കാര്യവും, അതുപോലെ പോയറ്റ് ലൊറേറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഡേറ്റ് അവിടെ, രണ്ട് ഇയർ അവിടെ തന്നതൊക്കെ ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് കണ്ടു. അവിടെ ഒന്നും കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഇനിയും വില്യം വേർഡ്സ്വർത്തിന്റെ ഒരു പ്രൊഫൈൽ തന്നെയാണ് നമുക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് തുടങ്ങാം. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ അല്ല, തുടക്കവും ഒടുക്കവും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്താ, വില്യം വേർഡ്സ്വർത്ത്. അവിടെ ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ദെൻ വില്യം വേർഡ്സ്വർത്ത്, വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പോയറ്റ്സ് ഓഫ് ദി റൊമാൻറ്റിക് എറ. കണ്ടല്ലോ, ആ റൊമാൻറ്റിസിസം എന്ന് പറയുന്ന പോയിന്റിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ റൊമാൻറ്റിക് എറ കാലഘട്ടത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ പോയറ്റ് ആയിട്ടുള്ള വില്യം വേർഡ്സ്വർത്ത് വാസ് ബോൺ ഓൺ April 7, 1770 in Cockermouth, England എന്ന് പറഞ്ഞു കൊടുത്തു. Then he held the prestigious position of poet laureate from 1843 to 1850 എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പോയിന്റിനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. Then Wordsworth found a companionship in Mary Hutchinson, his spouse, who shared his passion for literature and nature എന്ന് പറഞ്ഞുകൊണ്ട് ഏത് പോയിന്റിനെ, സ്പൗസ്, തൻ്റെ ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിനെ ഞാൻ അവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹിസ് വൈഫ് നെയിം ഈസ് അല്ലെങ്കിൽ ഹിസ് വൈഫ് ഈസ് എന്നൊക്കെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഹിസ് വൈഫ് വാസ് എന്ന് പറഞ്ഞിട്ടോ നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ, അങ്ങനെയും കൊടുക്കാം. ദെൻ അടുത്ത് ലാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൺ April 23, ഞാൻ നേരെ ആദ്യം ഡേറ്റ് പറഞ്ഞു, പാസ്ഡ് അവേ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിന് ഓൺ April 23, 1850 Wordsworth passed away in Westmoreland, leaving behind a rich literary legacy that continues to captivate and inspire readers to this day. ഇതൊക്കെ പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഏതൊരാളുടെ തന്നു കഴിഞ്ഞാലും അത് അയാളുടെ ആ ഡെത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ലീവിങ് ബിഹൈൻഡ് എ റിച്ച് ലിറ്റററി ലെഗസി ദാറ്റ് കണ്ടിന്യൂസ് ടു ക്യാപ്റ്റിവേറ്റ്, അതായത് ഇന്നത്തെ കാലത്തെ എഴുത്തുകാരെയും ഒരുപാട് സ്വാധീനിക്കുന്ന കുറേ ലെഗസി അവിടെ ഇട്ടിട്ടാണ് ആര് പോയിട്ടുള്ളത്, ഈ പ്രശസ്തനായ എഴുത്തുകാരൻ പോയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കൺക്ലൂഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും ഈ ഒരു മോഡലെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകണം. ഇതിലുള്ള എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഇപ്പം ഇതിൽ വന്നിട്ടുള്ളത് സ്പൗസ് ആൻഡ് മൂവ്മെന്റ് മാത്രമാണ്. ഓക്കെ, സ്പൗസ് മൂവ്മെന്റ് ഈ രണ്ട് പോയിന്റ് എക്സ്ട്രാ വന്നു. അതും നമുക്ക് എന്ത് ചെയ്യാം, സെന്റൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. അടുത്ത ക്വസ്റ്റ്യൻ ക്യാരക്ടർ സ്കെച്ച് ഓഫ് നീലകണ്ഠയാണ് അല്ലെ. ക്യാരക്ടർ സ്കെച്ച് ഓഫ് നീലകണ്ഠ, കാസ്റ്റവേ എന്ന് പറയുന്ന രവീന്ദ്രനാഥ് ടാഗോറിന്റെ ലെസൺ ആയിട്ടുള്ള ആ ലെസണിലെ കാസ്റ്റവേ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലെ നീലകണ്ഠ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ എന്ത് ചോദിച്ചിട്ടുണ്ട്, യെസ്, ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചിട്ടുണ്ട് 6 മാർക്കിന്. അപ്പൊ ക്യാരക്ടർ സ്കെച്ച് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്നില്ല. നീലകണ്ഠയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പോയിന്റ്സ്, നീലകണ്ഠ ഈസ് ദ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദ കാസ്റ്റവേ ബൈ രവീന്ദ്രനാഥ് ടാഗോർ, പോയിന്റ് ആയിട്ട് കൊടുക്കാം. Member of a theatrical group, innocent and hairless face, youthful appearance, difficult to determine exact age. അതൊക്കെ പോയിന്റ് ആണ്, അതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റണം, വിശദീകരിക്കാൻ പറ്റണം. ദെൻ ക്ലോസ് ബോണ്ട് വിത്ത് കിരണുമായിട്ട് നല്ലൊരു ക്ലോസ് ബോണ്ട് ഉണ്ടായിരുന്നു. പ്രൊവൈഡിങ് കംഫർട്ട് ആൻഡ് എന്റർടൈൻമെന്റ്, അത് കിരണിന് അവൻ എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, കംഫർട്ടും എന്റർടൈൻമെന്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേസമയം ഫ്രണ്ട്ഷിപ്പ് വിത്ത് വില്ലേജ് ബോയ്സ് ആൻഡ് അഫെക്ഷൻ ഫോർ എ പെറ്റ് ഡോഗ്, ഡോഗിനോടുള്ള ആ ഒരു വാത്സല്യം നമ്മൾ കണ്ടു. ജെലസി ആൻഡ് റിസെന്റ്മെന്റ് ടുവാർഡ്സ് സതീഷ് വെൻ കിരൺസ് അറ്റൻഷൻ ഷിഫ്റ്റ്സ്, ആ ഒരു സതീഷിന്റെ വരവ് കിരണിന്റെ അറ്റൻഷൻ സതീഷിലേക്ക് മാറിയപ്പോൾ നീലകണ്ഠയുടെ ഉള്ളിലുണ്ടായ ജെലസി, അസൂയ, അതിനെക്കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്യണം. ദെൻ ലാസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഡിപ്പാർച്ചർ ഫ്രം ദ റിവർ സൈഡ് ഹൗസ് ആഫ്റ്റർ ബീങ് അക്യൂസ്ഡ് ഓഫ് തെഫ്റ്റ്, ആ ഒരു മോഷണക്കുറ്റം ചുമത്തിയ സമയത്ത് അവൻ്റെ അവിടെ നിന്നുള്ള ആ ഒരു ഡിപ്പാർച്ചറും, അതുപോലെ മിസ്റ്ററി സറൗണ്ടിങ് ഹിസ് ഡിസപ്പിയറൻസ്, അവൻ്റെ
അവനെ കാണാനില്ല. അതിൻ്റെ പിന്നിലുള്ള ആ ഒരു നിഗൂഢതയും മിസ്റ്ററിയും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ആ ഒരു ക്യാരക്ടർ സ്കെച്ചിൽ നീലകണ്ഠയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഫുൾ സെന്റൻസുകളെ എഴുതാനായിട്ട്. അപ്പോൾ ഇനിയും നീലകണ്ഠയുടെ ക്യാരക്ടർ സ്കെച്ച് റിപ്പീറ്റഡ് ആയിട്ട് വന്നാൽ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പോയിന്റ്സ് ഞാനിവിടെ കാണിക്കാൻ കാരണം പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഇത്തരത്തിലുള്ള പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് വളരെ നന്നായിരിക്കും. അങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആരുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെയുള്ള പോയിന്റ്സുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അങ്ങനെയുള്ള പോയിന്റ്സ് നിങ്ങളെ സഹായിക്കും. ആരുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എഴുതാനും സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ന്യൂസ് റിപ്പോർട്ടാണ്. ആ ഒരു മാർത്ത വിൻസ് ദ പ്രസ്റ്റീജിയസ് സ്കോളർഷിപ്പ് ജാക്കറ്റ് നമ്മൾ ഒരുപാട് തവണ കണ്ടതും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഏത്, ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. സ്കോളർഷിപ്പ് ജാക്കറ്റിന്റെ മാത്രം വീഡിയോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ വായിച്ചു തരുന്ന ആ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് കിട്ടും. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്, അത് പോയി നോക്കുക കേട്ടോ. 24th ക്വസ്റ്റ്യൻ എന്താണ്, 6 questions you may ask to മജീദ് മജീദിയെ നിങ്ങൾക്കൊരു സെക്ഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടിയെന്ന് വിചാരിക്കുക. യു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇന്റർവ്യൂ ദ ഓസ്കാർ നോമിനേറ്റഡ് ഫിലിം മേക്കർ മജീദ്. അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. അതിന് നിങ്ങൾക്ക് 6 മാർക്കാണ്. ഞാൻ 5 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇൻസ്പയർഡ് യു ടു ക്രിയേറ്റ് മൈ സിസ്റ്റേഴ്സ് ഷൂസ് ആൻഡ് എക്സ്പ്ലോർ ദ വേൾഡ് ത്രൂ ദ പെർസ്പെക്റ്റീവ് ഓഫ് ചിൽഡ്രൻ. നിങ്ങളെ മൈ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സിനിമ എടുക്കാൻ എന്താണ് ഇൻസ്പയർ ചെയ്തത്, എങ്ങനെ ഉണ്ടായിരുന്നു, ആൻഡ് എക്സ്പ്ലോർ ദ വേൾഡ് ത്രൂ ദ പെർസ്പെക്റ്റീവ് ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ ആ ഒരു കാഴ്ചപ്പാടിൽ പെർസ്പെക്റ്റീവിൽ ആ സിനിമ എടുക്കാൻ ഉള്ള ഇൻസ്പിറേഷൻ എന്താണ് എന്നുള്ള ആദ്യത്തെ ചോദ്യം. Can you share any memorable moments or challenges you encountered while filming My Sister's Shoes? മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്ന് പറയുന്ന സിനിമ എടുത്ത സമയത്ത് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള എന്തെങ്കിലും വെല്ലുവിളികളോ മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റോ ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇതേ ക്വസ്റ്റ്യൻ ഇനി അഥവാ സത്യജിത്ത് റേയെ ഇന്റർവ്യൂ ചെയ്യുന്ന ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ പറ്റും. മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്നുള്ളതിന് പകരം എന്തെഴുതി വെച്ചാൽ മതി, ഗുബി ഗൈൻ ബഗബൈൻ എന്ന് എഴുതി വെച്ചാൽ മതി. അല്ലേ, സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ആഡ് ചെയ്യാം. അടുത്തത്, your films often feature strong visual storytelling and a beautiful cinematography. നിങ്ങളുടെ സിനിമകളിൽ, കൂടുതൽ സിനിമകളിലൊക്കെ ഭയങ്കരമായുള്ള വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങും മനോഹരമായുള്ള സിനിമറ്റോഗ്രാഫിയും ഒക്കെ കാണാൻ സാധിക്കാറുണ്ട്. Can you talk about your creative process in bringing your vision to life on screen? നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാട് സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു കാര്യം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റേയോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വന്നാലും ചോദിക്കാം. Can you share any upcoming projects or ideas that you are currently passionate about or working on? നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതോ സ്റ്റിൽ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള അപ്കമിങ് പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇതും നിങ്ങൾക്ക് സത്യജിത്രയുമായിട്ടുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ് ഇനി SSLC എക്സാമിന് വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാനായിട്ട് സാധിക്കും. ഇനി, വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു അസ്പയറിംഗ് ഫിലിം മേക്കേഴ്സ് ഹു ആർ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ദെയർ കരിയേഴ്സ് ഇൻ ദ ഇൻഡസ്ട്രി? ഈ സെയിം ഫിലിം ഇൻഡസ്ട്രിയിൽ പുതുതായിട്ട് കരിയർ തുടങ്ങിയിട്ടുള്ള ആളുകളോട് എന്ത് ഉപദേശമാണ് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നും നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു മജീദിയോട് ചോദിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ, ഞാൻ അതിലേക്ക് കാര്യമായിട്ട് ജനറൽ ക്വസ്റ്റിനെ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിനി ആ സത്യജിത്രയായാലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിനു മുന്നേ മജീദിയുള്ള ഇന്റർവ്യൂ നമ്മൾ എവിടെയും ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ ആൻസർ ഇവിടെ കാണിച്ചു എന്ന് മാത്രം. അപ്പൊ ഒന്ന് വായിച്ചു നോക്കുക. ഇതിന്റെ ആ ഒരു സ്ലൈഡുകൾ മൊത്തം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കിട്ടും. ഗ്രൂപ്പിൽ കിട്ടുന്ന സമയത്ത് മൊത്തത്തിൽ ഒന്ന് നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് ആണ്. യൂഷ്വൽ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പാരഗ്രാഫ് റൈറ്റിംഗ്. പക്ഷേ ഞാൻ സത്യം പറയാലോ, ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാതെയാണ് അഡ്വഞ്ചേഴ്സിനെ ബനിയൻട്രി എന്ന് എന്ത് ചെയ്തത്, പാരഗ്രാഫ് വന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, ദ യങ് ബോയ് ഇൻ ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സിനെ ബനിയൻട്രി എൻജോയ് സ്പെൻഡിങ് ടൈം ഓൺ ഹിസ് ഫേവറേറ്റ് ബനിയൻട്രി. Write a paragraph on the sights and sounds of nature that catch his attention. അവന്റെ ശ്രദ്ധയെ പിടിച്ചു പറ്റിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ, ആ സൈറ്റ്സ്, കാഴ്ചകൾ, അതിനെ കുറിച്ചൊരു പാരഗ്രാഫ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ബാനിയൻ ട്രീയെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് മെൻഷൻ ചെയ്യുക. ബാനിയൻ ട്രീയുടെ പ്രത്യേകതകളും കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, ആ ഒരു മാഗ്നിഫിസന്റ് ബാനിയൻ ട്രീ വിത്ത് സ്പ്രെഡിങ് ബ്രാഞ്ചസ് കാര്യങ്ങൾ പറയുക. അത് കഴിഞ്ഞിട്ട് ഗ്രേ സ്ക്യുറലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ,
ഗ്രേ സ്ക്യൂറലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ ഒരു സ്പ്രിംഗ് സീസൺ വരുന്ന സമയത്ത് സ്പ്രിംഗ് സീസൺ സമയത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ദെൻ മെയിൻ സാധനം എന്താ? ഫൈറ്റ്. ആ ഒരു ഫൈറ്റ് ബിറ്റ്വീൻ മങ്കൂസ് ആൻഡ് കോബ്ര പറയാ. ദെൻ വൈറ്റ് ബേബി സ്ക്യൂറൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി ചേർത്തിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി ചേർത്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരൊറ്റ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് മതി. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, എഴുതി വലിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 പാരഗ്രാഫിലേക്ക് ഈ കാര്യങ്ങളെല്ലാം പൊളിച്ചുകൊണ്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 6 മാർക്സ്. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മോഡൽ പിന്നെ ഒരു അവസരത്തിൽ കാണിക്കാം, ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. അതോട് കൂടിയിട്ട് ഡിസ്കോഴ്സും കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായിരുന്നു? ഡീറ്റെയിൽസ് ഓഫ് എ ഫ്യൂ ഓസ്കാർ അവാർഡ് വിന്നേഴ്സ് ഓഫ് 2023 ആർ ഗിവൺ ബിലോ. സ്റ്റഡി ദം കെയർഫുള്ളി ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയും നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ എന്തിന്റെ കാര്യമില്ല, ഈ ഒരു ക്വസ്റ്റ്യൻ ഇനി വിശദീകരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം സെയിം ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പൈ ഡയഗ്രമോ ബാർ ഡയഗ്രമോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവാർഡുകളോ ഒക്കെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിലേക്ക് വരും. വളരെ ഈസി ആയിട്ട് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത്? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മാർക്ക് നിങ്ങൾ കളയരുത്. ആൻസേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ആൻസേഴ്സുമായിട്ടൊന്ന് ഒത്തു നോക്കുക. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും വായിക്കുന്നില്ല, സിമ്പിൾ ആണ്. ഈ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് അതിൽ നോക്കിയിട്ട് എന്ത് ചെയ്യാനേ ഉള്ളൂ? ആൻസർ എഴുതാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അത് വായിച്ച് സമയം വെറുതെ കളയുന്നില്ല. നിങ്ങളൊന്ന് ആൻസേഴ്സ് നിങ്ങൾ കറക്റ്റ് ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഒരു 10, 20, 23 മാർക്ക് എന്ന് പറയുന്നത്, ഒരു 20, 23 മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാമർ ഏരിയാസ് ആണ് അല്ലെ. റിപ്പോർട്ടഡ് സ്പീച്ച്, ക്വസ്റ്റ്യൻ ടാഗ്, ഇഫ് ക്ലോസ്, WH or no ക്വസ്റ്റ്യൻ ഫോർമേഷൻ, ഹാഡ് ബെറ്റർ, അതുപോലെ ഫ്രേസൽ വെർബ്, എഡിറ്റിംഗ്, നൗൺ ഫ്രേസ്, വെർബ് ഫ്രേസ് തുടങ്ങിയിട്ടുള്ള ഏതാനും ചില സിമ്പിൾ ഗ്രാമർ ഏരിയാസ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 31 മുതൽ എന്ത് ചെയ്യുന്നത്? തുടങ്ങുന്നത്. അപ്പൊ ഇനി കുറച്ച് എഴുത്തുകുത്തുകളും കാര്യങ്ങളൊക്കെ വരും. സിമ്പിൾ ആയിട്ട് വളരെ വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഗ്രാമറും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിന്റെ ഇടയിൽ ഇവിടെ ആരതി ഞാൻ സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞു കാണുന്നു. താങ്ക് യു ആരതി. എന്നെ തന്നെയാണ് ആ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞതെന്ന് തോന്നുന്നു. എനിവേ താങ്ക് യു സോ മച്ച്. കണ്ടിരിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിച്ചോളാം. നമ്മൾ ഗ്രാമർ ഡിസ്കഷനിലേക്ക് കയറുന്നു. ഈസി ആയിട്ട് ഒരു 20, 23 മാർക്കിന്റെ അടുത്ത് നമുക്ക് എന്ത് വരാറുണ്ട്? ഗ്രാമർ ഏരിയ വരാറുണ്ട്. A+ലേക്ക് എത്തേണ്ട ആളുകൾ നിർബന്ധമായിട്ടും, A+ലേക്ക് എത്തേണ്ട ആളുകൾ എന്നല്ല, എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഗ്രാമർ ഏരിയാസ് ആണ് നമ്മുടെ SSLC ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളത്. അതിലേക്ക് നമുക്ക് കയറാം. സമയം വേസ്റ്റ് ആക്കുന്നില്ല. 31th ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് റിപ്പോർട്ടഡ് സ്പീച്ച് ആയിരുന്നു. റീഡ് ദ ഫോളോവിംഗ് ഡയലോഗ്. സഹ്റ, what will I wear to school tomorrow? Ali, you can wear my sneakers. Then question number A, Zahra asked Ali. B, Ali replied. അല്ലെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പോൾ ചേഞ്ചസ് അറിയണം. അപ്പൊ ഇവിടെ നോക്കാം. എന്താ? Zahra, what will I wear to school tomorrow? ആദ്യം ഇത് WH ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് മനസ്സിലായി. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, ഒരു WH ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ തുടങ്ങുന്നത്? A asked B എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു A asked B എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങും. അത് കഴിഞ്ഞാൽ സബ്ജക്റ്റിനെ അല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ആരെയാണ്? യെസ്, ക്വസ്റ്റ്യൻ വേർഡിനെ ചേർത്ത് കൊടുക്കുക. A asked B കഴിഞ്ഞിട്ട് WH ക്വസ്റ്റ്യൻ വേർഡിനെ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുക. ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും, അത് ചേർത്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ സബ്ജക്റ്റ്, അത് കഴിഞ്ഞാൽ ഓക്സിലറി വെർബിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ വെർബിനെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു WH ക്വസ്റ്റ്യൻ എന്തായി കഴിഞ്ഞു? റിപ്പോർട്ടായി കഴിഞ്ഞു. അപ്പോൾ ചേഞ്ചസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. മോഡൽ എക്സാമും കഴിഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ട് അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. സഹ്റ ആസ്ക്ഡ് അലി. A asked B എന്ന് പറയുന്ന ആ ഒരു സംഗതി ഇവിടെ തന്നിട്ടുണ്ട്. സഹ്റ ആസ്ക്ഡ് അലി. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ആ ക്വസ്റ്റ്യൻ വേർഡിനെയാണ്. ആരാണ് ക്വസ്റ്റ്യൻ വേർഡ്? വാട്ട് ആണ് ക്വസ്റ്റ്യൻ വേർഡ്. ഞാൻ ഇവിടെ എഴുതുന്നു വാട്ട്. ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ചേർക്കേണ്ടത് സബ്ജക്റ്റിനെയാണ്. ക്വസ്റ്റ്യൻ പ്രകാരം അതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് I എന്ന് പറയുന്നതാണ്. വാട്ട് വിൽ ഐ വെയർ ടു സ്കൂൾ ടുമോറോ എന്നുള്ളതാണ്. അപ്പൊ I ആണ് സബ്ജക്റ്റ്. I എന്ന് പറഞ്ഞാൽ ആരാണ്? സഹ്റയാണ്. അപ്പോ നാളെ ഞാൻ എന്ത്, അല്ലെ, നാളെ അവൾ എന്ത് സ്കൂളിലേക്ക് ധരിക്കും എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ സബ്ജക്റ്റ് I എന്നുള്ളത് എന്തായിട്ട് മാറി? ഷീ ആയിട്ട് മാറും. വാട്ട് ഷീ.
അത് കഴിഞ്ഞിട്ട് വരുന്നത് ആരാണ്? ഓക്സിലറി വേർബ് ആണ്. ആരാണ്? ഓക്സിലറി വേർബ്. ആരാണ് ഓക്സിലറി വേർബ്? വില്ലാണ് ഇവിടുത്തെ ഓക്സിലറി വേർബ്. മോഡൽ ഓക്സിലറി വേർബ് ആയിട്ടുള്ള വില്ലാണ് ക്വസ്റ്റ്യനിൽ ഓക്സിലറി വെർബ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിട്ടുള്ളത്? വില്ല് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ വരുന്ന സമയത്ത്, ഡയറക്റ്റ് സ്പീച്ചിൽ വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് എന്തായിട്ട് മാറണം? വുഡ് ആയിട്ട് മാറണം. അതുപോലെ ക്യാൻ എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറും? കുഡ് ആയിട്ട് മാറും എന്ന് നമുക്കറിയാം. എല്ലാ മോഡൽ ഓക്സിലറി വില്ല്, വുഡ്, ക്യാന്, കുഡ്, ഷാള്, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ് ഒക്കെ കഴിഞ്ഞു വരുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കും? V1 ആയിരിക്കും എന്നും നമുക്കറിയാം. അതുകൊണ്ട് വെർബിനെ മാറ്റേണ്ട ആവശ്യം ഇല്ല. സോ വാട്ട് ഷീ എന്ന് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഓക്സിലറി വെർബ് ആയിട്ടുള്ള വില്ല് എന്തായിട്ട് മാറും? വുഡ് ആയിട്ട് മാറും. സോ വുഡ്. വാട്ട് ഷീ വുഡ്. ആരാണ് വെർബ്? വെയർ ആണ് വെർബ്. അല്ലെ, വെയർ എന്നൊന്നും പറയണ്ട, വെയർ. അപ്പോ വെയർ എന്നുള്ളത് V1 ആണ്, മാറ്റേണ്ട കാര്യമില്ല. അത് അതുപോലെ എന്ത് ചെയ്യുന്നു? എഴുതി വെക്കുന്നു. വെയർ ടു സ്കൂൾ. ഇനി ഒരു ചേഞ്ചും കൂടി അപ്ലൈ ചെയ്യണം. ടുമോറോ എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ, ഡയറക്റ്റ് സ്പീച്ചിൽ ടുമോറോ വന്നു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറുന്ന നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ദ നെക്സ്റ്റ് ഡേ എന്നായിട്ട് മാറും. എന്തായിട്ട് മാറും? ദ നെക്സ്റ്റ് ഡേ. ഇനി അതല്ലെങ്കിൽ ദ ഫോളോവിംഗ് ഡേ എന്നും നിങ്ങൾക്ക് എഴുതാം. സോ സഹ്റ ആസ്ക്ഡ് അലി വാട്ട് ഷീ വുഡ് വെയർ ടു സ്കൂൾ ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതാണ് ആൻസർ. കറക്റ്റ് ആയിട്ടാണ് നിങ്ങൾ എക്സാമിന് എഴുതിയത് എന്ന് വിശ്വസിക്കുന്നു. ഇനി അലിയുടെ റിപ്ലൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ വെയർ മൈ സ്നീക്കേഴ്സ് എന്നാണ് അലി പറഞ്ഞിട്ടുള്ളത്. സോ അലി റിപ്ലൈഡിന്റെ കൂടെ നമുക്കറിയാം എന്ത് ചേർക്കണം? ദാറ്റ് ചേർത്ത് കൊടുക്കണം. ഇനി സെന്റൻസ് അതേ ഓർഡറിൽ തന്നെയാണ് എഴുതേണ്ടത് റിപ്ലൈ വരുന്ന സമയത്ത്. അപ്പൊ ഇവിടെ യു ക്യാൻ, ഇവിടെ യു എന്ന് പറഞ്ഞാൽ സഹ്റ ആയതുകൊണ്ട് അവിടെ നമ്മൾ എന്താക്കി കൊടുക്കണം? ഷീ എന്നാക്കി കൊടുക്കും. ക്യാൻ എന്താവുന്ന പറഞ്ഞേ? കുഡ് ആവുന്ന പറഞ്ഞേ. അപ്പൊ ക്യാൻ എന്തായി? കുഡായി. സോ ഷീ കുഡ് എന്ന് നമ്മൾ ചേർത്തു. ഇനി കുഡിന്റെ കൂടെ ഉള്ള വെർബ് V1 ആണ്. ആര്? വെയർ. അത് അതുപോലെ എഴുതണം, മാറ്റാൻ പാടില്ല. V1 കുഡിന്റെ കൂടെയും എന്ത് തന്നെയാണ്? V1 തന്നെയാണ്. സോ എന്റെ സ്നീക്കേഴ്സ് എന്നുള്ളത് എന്തായിട്ട് മാറും? അവന്റെ സ്നീക്കേഴ്സ്, അലിയുടെ സ്നീക്കേഴ്സ് ആണ്. സോ മൈ എന്നുള്ളത് എന്തായിട്ട് മാറി? ഹിസ് എന്നായിട്ട് മാറി. ഹിസ് സ്നീക്കേഴ്സ് എന്നാക്കി കിട്ടുക. കഴിഞ്ഞു. അപ്പൊ എന്താ? അലി റിപ്ലൈഡ് ദാറ്റ് ഷീ കുഡ് വെയർ ഹിസ് സ്നീക്കേഴ്സ്. കഴിഞ്ഞു. റിപ്പോർട്ടർ സ്പീച്ചിന്റെ 2 മാർക്കും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. അല്ലാത്ത ആളുകൾ അടുത്ത എക്സാമിന്, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ എക്സാം നിങ്ങൾ എഴുതാൻ പോകുന്നു, SSLC എക്സാം. അതിൽ ഏത് റിപ്പോർട്ടർ സ്പീച്ച് ചോദിച്ചാലും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതാൻ പറ്റും. ഓക്കെ, ഇത്രയും സിമ്പിൾ ആണ്. WH ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റിപ്പോർട്ട് ചെയ്യാം. A asked B എന്ന് പറഞ്ഞ് തുടങ്ങുക. WH ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്ത് കൊടുക്കുക. സബ്ജക്റ്റിനെ മാറ്റാനുണ്ടോ നോക്കുക, മാറ്റി കൊടുക്കുക. ഓക്സിലറി വെർബിന്റെ ചേഞ്ചസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് മാറ്റി കൊടുക്കുക. വെർബിനെയും അതുപോലെ മാറ്റേണ്ട സാഹചര്യങ്ങളിൽ മാറ്റി കൊടുത്ത് എഴുതി കഴിഞ്ഞാൽ ഈസി ആയിട്ട് WHന്റെ ക്വസ്റ്റ്യൻ അവിടെ കഴിഞ്ഞു. ആൻസർ വൃത്തിയായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. സഹ്റ ആസ്ക്ഡ് അലി വാട്ട് ഷീ വുഡ് വെയർ ടു സ്കൂൾ ദ ഫോളോവിംഗ് ഡേ അല്ലെങ്കിൽ ദ നെക്സ്റ്റ് ഡേ. അലി റിപ്ലൈഡ് ദാറ്റ് ഷീ കുഡ് വെയർ ഹിസ് സ്നീക്കേഴ്സ്. റിപ്പോർട്ടർ സ്പീച്ച് അവിടെ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ഫോളോവിംഗ് പാസേജ് യൂസിംഗ് അപ്രോപ്രിയേറ്റ് ഫോംസ് ഓഫ് ദ ഫ്രേസൽ വെർബ്സ് ഫ്രം ദ വൺസ് ഗിവൺ ബിലോ. ഫ്രേസൽ വെർബിന്റെ ക്വസ്റ്റ്യൻ ആണ്. തലേ ദിവസം മോഡൽ എക്സാമിന്റെ തലേ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ പഠിക്കേണ്ട ഫ്രേസൽ വെർബുകൾ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ടേക്കൺ എ ബാക്ക് ഉണ്ടായിരുന്നു, പേ ഓഫ് ഉണ്ടായിരുന്നു, പുട്ട് അക്രോസ് ഉണ്ടായിരുന്നു. ആകെ ഉണ്ടാവാഞ്ഞത് ഗെറ്റപ്പും ഹാൻഡ് ഓവറും മാത്രമാണ്. ഹാൻഡ് ഓവറും ഗെറ്റപ്പും നിങ്ങൾ പണ്ട് മുതലേ ഉപയോഗിച്ചു പോരുന്ന പരിചയമുള്ള ഒരു ഫ്രേസൽ വെർബ് ആയതുകൊണ്ട് അതിന്റെ ഓപ്ഷൻ ഞാൻ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ ചെയ്തു നോക്കാം. ആദ്യം ഹാൻഡ് ഓവർ. എന്താണ് ഹാൻഡ് ഓവർ ചെയ്യാന്ന് പറഞ്ഞാൽ? കൈമാറുക, അങ്ങോട്ട് കൈ വെച്ച് കൊടുക്കുക അല്ലെ. ടേക്കൺ എ ബാക്ക് എന്തായിരുന്നു? ടേക്കൺ എ ബാക്ക് സർപ്രൈസ് അല്ലെങ്കിൽ ഷോക്ക് എന്നുള്ള മീനിങ് ആണ്. പേ ഓഫ് മീൻസ് ഒരു ഡെപ്റ്റ് അല്ലെ, കടമോ മറ്റോ ഒക്കെ മുഴുവനായിട്ടും വീട്ടുന്നതിനെയാണ് എന്തെന്ന് പറയാ? പേ ഓഫ് എന്ന് പറയാ. പുട്ട് അക്രോസ് മീൻസ് കമ്മ്യൂണിക്കേറ്റ് ആണ്. ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എണീക്കുക എന്നുള്ളതാണ്. അപ്പോൾ മീനിങ് വെച്ച് എഴുതി കൊടുക്കുകയാണെങ്കിൽ ഓൺ ജെയിൻ വാസ് ഡാഷ് ടു ഫൈൻഡ് ദ വേ ജാക്ക് ആൻഡ് ജിൽ ലിവിങ്. ജാക്കും ജില്ലും ജീവിക്കുന്ന രീതി കണ്ട ഓൺ ജെയിൻ എന്തായിട്ടുണ്ടാവും? ടേക്കൺ എ ബാക്ക്. ആകെ സർപ്രൈസ് ആയിപ്പോയി അല്ലെങ്കിൽ ഷോക്ക് ആയിപ്പോയി. നമുക്ക് ഷോക്ക് ആയാൽ മതി അല്ലേ. സോ ഓൺ ജെയിൻ വാസ് ടേക്കൺ എ ബാക്ക് ടു ഫൈൻഡ് ദ വേ Jack and Jill were living. She dashed to them that she had never owed a penny in her life.
അങ്ങനെയുള്ള ലൈഫ് മനസ്സിലാക്കിയ ഓൺ ജെയിൻ അവരോട് എന്ത് ചെയ്തിട്ടുണ്ടാവും, പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും താൻ ഒരിക്കലും ഒരു നാണയം, ഒരു പെന്നി പോലും എന്ത് ചെയ്തിട്ടില്ല, കടം വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പോ പറഞ്ഞു കൊടുക്കുക, ആശയവിനിമയം നടത്തുക എന്നൊക്കെയുള്ള മീനിങ് വരണമെങ്കിൽ ബി എന്തേ വരൂ, പുട്ട് എക്രോസ് എന്നേ വരൂ. പുട്ട് എക്രോസ്, ഷീ പുട്ട് എക്രോസ് ടു ദം എന്ന് വരണം. ദെൻ ബിഫോർ ഷീ ഡാഷ് ടു ലീവ്, ബിഫോർ ഷീ ഡാഷ് ടു ലീവ്, എന്താണ് ടു ലീവ്, പോകുന്നതിന് മുന്നേ. അപ്പോ ബിഫോർ ഷീ എന്താണ്, ബിഫോർ ഷീ ഡാഷ് ടു ലീവ്. സോ ബിഫോർ ഷീ അവിടെ വരേണ്ട ആ ഒരു ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി കഴിയും എന്താണ്, ബിഫോർ ഷീ ഗെറ്റ് അപ്പ് ടു ലീവ്, എന്താണ് എണീറ്റ് പോകുന്നതിന് മുന്നേ അല്ലെ, ബിഫോർ ഷീ ഗെറ്റ് അപ്പ് ടു ലീവ്, എണീറ്റ് പോകുന്നതിന് മുന്നേ ഷീ ഡാഷ് എ ചെക്ക് ടു ജിൽ, ടു ജിൽ, അവളെ ജില്ലിന്റെ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെക്ക് കൈമാറിയിട്ടുണ്ടാവും. അപ്പോൾ കൊടുക്കുക അല്ലെങ്കിൽ കൈമാറുക എന്നൊക്കെ അർത്ഥം വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതേ പറ്റൂ, ഹാൻഡ് ഓവർ എന്ന് പറയുന്ന ഫ്രേസൽ വെർബേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. സോ ഷീ ഹാൻഡഡ് ഓവർ, ശരിക്കും അവിടെ ഹാൻഡഡ് ഓവർ എന്നൊക്കെ വേണം, ഞാൻ ഓപ്ഷൻ അനുസരിച്ച് എഴുതുന്നു മാത്രം കേട്ടോ. ഷീ ഹാൻഡഡ് ഓവർ എ ചെക്ക് ടു ജിൽ ആൻഡ് ആസ്ക്ഡ് ഹെർ ടു ഡാഷ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദെയർ ബിൽസ്, താങ്കളുടെ ബില്ലുകളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് തീർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു കടം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് തീർക്കുക എന്ന് അർത്ഥം വരണമെങ്കിൽ ആരേ പറ്റൂ, പേ ഓഫ് എന്നുള്ള ഫ്രേസൽ വെർബേ അവിടെ വരൂ. ഈ പേ ഓഫ് ഒക്കെ നമ്മൾ മോഡൽ എക്സാമിന്റെ തലേ ദിവസം ഡിസ്കസ് ചെയ്ത ഫ്രേസൽ വെർബ് തന്നെയാണ്. സോ പേ ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദിയർ ബിൽസ് എന്നുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ആൻസേഴ്സ് ആയി. സോ here you can see the proper answers. Taken aback means surprise. Put across, communicate, got up. അവിടെയൊക്കെ പാസ്റ്റിലേക്ക് മാറി. അതായത് പാസേജ് മൊത്തത്തിൽ ഒരു പാസ്റ്റ് ഫോമിലാണ്. വാസ്, അതുപോലെ തന്നെ വേർ, ലിവിങ്, ഹാഡ്, നെവർ, ഓവിഡ് തുടങ്ങിയിട്ടുള്ള പാസ്റ്റ് ഫോമിലായതുകൊണ്ട് എല്ലാത്തിനെയും പാസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗോട്ട് അപ്പ്, ഹാൻഡഡ് ഓവർ, പേ ഓഫ് എന്ന് പറയാണ്. അപ്പോൾ പേ ഓഫ് എന്താ മാറാഞ്ഞേ, ഇവിടെ ടു വന്നതുകൊണ്ടാണ് കേട്ടോ. ടു പെയ്ഡ് എന്ന് പറയില്ല, ടു പേ, 2 + V1 എന്നുള്ള രീതിയിലാണ് വരിക. ആ രീതിയിൽ നമുക്ക് ആ ഒരു ആൻസേഴ്സും കിട്ടും. 4 മാർക്കും സ്കോർ ചെയ്തിട്ടുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം 4 മാർക്കും സ്കോർ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അല്ലാത്ത ആളുകൾ അടുത്ത എക്സാമിന് നിർബന്ധമായിട്ടും 4 മാർക്ക് 5 മാർക്കും എത്രയാണ് ചോദിക്കുന്നത് വെച്ചാൽ സ്കോർ ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, there are a few errors in the passage given below, they are underlined and edit them. എഡിറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഇത്തവണ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതായാലും ആൻസേഴ്സ് നോക്കി പോവാം. അറ്റ് വൺ ഓഫ് ദ റിവർ സൈഡ് ഹൗസ് ഓഫ് ചന്ദ്രനാഗൂർ, അവിടെ തന്നെ 2 തിരുത്തലുകൾ നമുക്ക് വരുത്തേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ അറ്റ് വൺ ഓഫ് ദ റിവർ സൈഡ് ഹൗസ്, വീടുകളിൽ ഒരെണ്ണത്തിലാണ്. സോ വീടുകളിൽ, അപ്പോൾ ഇവിടെ അറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രപ്പോസിഷന് സ്ഥാനമില്ല, പകരം ഏത് വരും, ഇൻ ആണ് വരിക കേട്ടോ. ഇൻ വൺ ഓഫ് ദ റിവർ സൈഡ് ഹൗസ്. അവിടെ ഒരു പ്രശ്നമുണ്ട്. വൺ ഓഫ് ദ കഴിഞ്ഞിട്ട് ഒരു പ്ലൂറൽ നൗൺ ആണ് നമ്മൾ ഉപയോഗിക്കുക. എന്താ ഉപയോഗിക്കുക, പ്ലൂറൽ നൗൺ ആണ് നമ്മൾ ഉപയോഗിക്കുക, പ്ലൂറൽ നൗണിലുള്ള ഫോം. സോ വൺ ഓഫ് ദ ബോയ് എന്ന് പറയൂല, വൺ ഓഫ് ദ ബോയ്സ് എന്നാ പറയാ. വൺ ഓഫ് ദ ബോയ്സ്, ആൺകുട്ടികളിൽ ഒരാൾ അങ്ങനെ പറയാ അല്ലെ. വൺ ഓഫ് ദ ഗേൾസ്, പെൺകുട്ടികളിൽ ഒരാൾ. വൺ ഓഫ് ദ ടീച്ചേഴ്സിൽ ഒരാൾ, അങ്ങനെയാ പറയാ. സോ വൺ ഓഫ് ദ കഴിഞ്ഞ് വരുന്ന നൗൺ ഏത് ഫോമിലായിരിക്കും, പ്ലൂറൽ ഫോമിലായിരിക്കും. അപ്പോ വൺ ഓഫ് ദ റിവർ സൈഡ് ഹൗസ് അല്ല, വൺ ഓഫ് ദ റിവർ സൈഡ് ഹൗസസ്, വീടുകളിൽ എന്നുള്ളതാണ്. ഇവിടുത്തെ ചന്ദ്രനാഗൂർ എന്ന് പറയുന്ന സ്ഥലത്തെ വീടുകളിൽ ഒന്നിൽ. അപ്പൊ അവിടെ ഇന്നും വന്നു. എൻഡ്ലെസ് വെർബൽ ബാറ്റിൽ വാസ് ഗോയിങ് ഓൺ ബിറ്റ്വീൻ ശരത് ആൻഡ് ഹിസ് വൈഫ് കിരൺ എബൌട്ട് ഹെർ സ്റ്റേ എന്നാ വന്നത്. അപ്പൊ ഇവിടെ എബൌട്ട് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഡിറ്റിംഗിന്റെ റൂൾസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രപ്പോസിഷൻ കഴിഞ്ഞു വരുന്ന വേർബ് ING ഫോമിലാ വരിക. സോ എബൌട്ട് ഹെർ സ്റ്റേയിങ് എന്ന് വരും. എബൌട്ട് ഹെർ സ്റ്റേയിങ് ഇൻ ദ ഹൗസ്. കിരൺ ഫെൽ സീരിയസ്ലി ഇൽ. അവിടെ ഒരു അഡ്വേർബ് ആണ് വരുന്നത്. ആ ഡീറ്റെയിൽ ഞാൻ ചെയ്യുന്നില്ല. ആം സീരിയസ്ലി സേയിങ് എന്നൊക്കെ പറയാറില്ലേ നമ്മൾ, ആ രീതിയിൽ വരുമ്പോൾ കിരൺ ഫെൽ സീരിയസ്ലി ഇൽ, എന്താണ്, മാരകമായ രോഗം ബാധിച്ച് അവൾ എന്ത് ചെയ്തു, കിടന്നു പോയപ്പോൾ എല്ലാവരും വല്ലാതെ ദുഃഖിച്ചു എന്നുള്ള രീതിയിൽ ആൻസേഴ്സ് വരും. സോ ഇന്ന്, ഹൗസസ്, സ്റ്റേയിങ്, സീരിയസ്ലി. ചോദിക്കുന്ന രീതിയിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ചോദിക്കുന്ന രീതി നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ്. കഴിഞ്ഞു വരുന്ന വെർബ് എന്തായിരിക്കണം,
V3 ആയിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ടു കഴിഞ്ഞ് വരുന്ന വേർബ് V1 ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഡിറ്റിങ്ങിന്റെ റൂൾസിൽ. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എഡിറ്റിംഗ് ആണ് ഇത്തവണ എന്ത് ചെയ്തിട്ടുള്ളത്, മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. സോ യു ക്യാൻ എക്സ്പെക്ട് ദിസ് കൈൻഡ്സ് ഓഫ് ഗ്രാമർ ഏരിയാസ്. ഇത്തരത്തിലൊക്കെ ഉപയോഗിക്കാം, വൺ ഓഫ് ദ ഒക്കെ വരാം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നല്ലതുപോലെ ടെക്സ്റ്റ് വായിച്ചാൽ മതി. നല്ലതുപോലെ ടെക്സ്റ്റിലുള്ള സെയിം പാരഗ്രാഫ് ആണ് എഡിറ്റിംഗ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നല്ലതുപോലെ വായന ഉള്ള ഒരാളെ സംബന്ധിച്ച് റൂൾസ് ഒന്നും അറിയാതെ തന്നെ എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് പോവാം. അറ്റ് വൺ ഓഫ് ദ ഇൻ വൺ ഓഫ് ദ റിവർ സൈഡ് ഹൗസ് അല്ല ഹൗസസ്, ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തു പോവാൻ നല്ല രീതിയിൽ വായനയുള്ള ഒരാൾക്കും സാധിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ആൻസേഴ്സ് ഞാൻ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. 34 ഡയലോഗ് കംപ്ലീഷൻ ആണ്. ഡയലോഗ് കംപ്ലീഷനും ചെറിയ രീതിയിലൊന്നും ടെസ്റ്റ് ചെയ്തു എന്നല്ലാതെ വലിയ പ്രയാസങ്ങളൊന്നും അവർ വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് നോക്കാം. റേ, മിസ്റ്റർ തൊറാട്ട്, I see that you have brought 2 tigers. ഞാൻ കണ്ടു നീ 2 ടൈഗറെ കൊണ്ടുവന്നിട്ടുണ്ട്. മിസ്റ്റർ തൊറ, yes sir, I decided to play it safe. സെയിം സെന്റൻസ് ഫ്രോം ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റിലെ സെയിം സെന്റൻസ് ആണ്. I decided to play it safe. കാര്യങ്ങളൊക്കെ എന്താവട്ടെ, സേഫ് ആവട്ടെ. അപ്പോൾ ഒരു ഇഫ് ക്ലോസ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇഫ് വൺ ഡസൻറ്റ് പെർഫോം വെൽ, ഒരെണ്ണം നല്ലതുപോലെ വർക്ക് ചെയ്തില്ലെങ്കിൽ, അപ്പൊ ഇവിടെ ഡസ് എന്ന് പറയുന്ന ഓക്സിലറി വേർബ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ടൈപ്പ് 1 ആണ്. ഇഫ് ക്ലോസ് ടൈപ്പ് 1 ആണ്. അപ്പൊ ഇഫ് ക്ലോസ് ടൈപ്പ് 1 മെയിൻ ക്ലോസ് എഴുതുന്ന സമയത്ത് സബ്ജക്റ്റ് വില്ല് പ്ലസ് V1 സബ്ജക്റ്റ് ക്യാന് പ്ലസ് V1 സബ്ജക്റ്റ് മേ പ്ലസ് V1 ഒക്കെ നമുക്ക് മെയിൻ ക്ലോസിൽ എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ ഇഫ് വൺ ഡസൻറ്റ് പെർഫോം വെൽ, കൊണ്ടുവന്ന 2 ടൈഗേഴ്സിൽ ഒരാൾ നല്ലതുപോലെ പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മറ്റതിനെ ഉപയോഗിക്കാം. സോ വി ക്യാൻ യൂസ് ദ അതർ, നമുക്ക് മറ്റേ ആളെ ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് ടൈപ്പ് 1 മെയിൻ ക്ലോസ് കിട്ടി. എന്താ കിട്ടിയേ, സബ്ജക്റ്റ് പ്ലസ് ക്യാൻ പ്ലസ് V1 എന്ന് പറയുന്ന സ്ട്രക്ചർ കിട്ടി. സംഗതി കറക്റ്റ് ആയി. വി ക്യാൻ യൂസ് ദി അതർ. അപ്പൊ റേ, ഓ ദാറ്റ്സ് വണ്ടർഫുൾ, അത് കലക്കി എന്ന് പറയാണ്. അപ്പൊ അവിടെ എന്തോ ഒരു ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഡാഷ് ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്തോ ഒരു ചോദ്യം അവിടെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ചോദിക്കേണ്ടതായിട്ടുണ്ട്. മറുപടി നോക്കിക്കഴിഞ്ഞാൽ യെസ് സർ, യെസ് ക്വസ്റ്റ്യൻ അവിടെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. യെസ് സർ എന്നാ പറഞ്ഞത്. I have fixed a wire to the collar made of tiger skin. Yes, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു വയറ് ആ ഒരു കോളറിൽ ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും ചോദിക്കേണ്ടത് എന്താ, നീ ആ വയറ് ഫിക്സ് ചെയ്തിട്ടുണ്ടോ എന്നല്ലേ ചോദിക്കുക. ആണ്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ നമുക്കറിയാം. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ആദ്യം ആര് വരും, ഓക്സിലറി വെർബ് വരും. അത് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വരിക. അത് കഴിഞ്ഞിട്ടാണ് ആര് വരിക, വെർബ് വരിക. പിന്നെ എന്തെങ്കിലുമൊക്കെ ചേർക്കാനുണ്ടെങ്കിൽ ചേർത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തായി, യെസ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. അപ്പോ താഴെ ആൻസറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹാവ് എന്ന് പറയുന്നതാണ് ഓക്സിലറി വെർബ്, ഫിക്സ്ഡ് എന്ന് പറയുന്നതാണ് വെർബ്, ഐ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ് നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയാ, നീ വയർ ഫിക്സ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പൊ താഴെയുള്ള ഓക്സിലറി വെർബ് ആരാ, ഹാവ് ആണ്. ആ ഹാവിനെ ഞാൻ ഇതേ ഇങ്ങോട്ട് എടുത്ത് എഴുതി, ഹാവ്. ഇനി ഐ, ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്താ ചോദിക്കണ്ടേ, നീ ഫിക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അപ്പൊ ഐ മുകളിലേക്ക് കയറുമ്പോൾ എന്താവും, യു എന്നായിട്ട് മാറും. ഹാവ് യു എന്ന് കിട്ടി. ഇനി താഴെ വെർബ് ആരാന്നാ പറഞ്ഞേ, ഫിക്സ്ഡ് ആണ്. സോ ഹാവ് യു ഫിക്സ്ഡ്. എന്താണ് ഫിക്സ് ചെയ്യേണ്ടത്, ഹാവ് യു ഫിക്സ്ഡ് എ വയർ അല്ലെങ്കിൽ ഹാവ് യു ഫിക്സ്ഡ് ദ വയർ ടു ദ കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ എന്ന് വരെ അങ്ങോട്ട് എഴുതി വെച്ചിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ആൻസർ ആയി. സിമ്പിൾ ആയിട്ടാ ചോദിച്ചേ. ഹാവ് യു ഫിക്സ്ഡ് ദ വയർ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഹാവ് യു പ്ലാൻഡ് ടു കൺട്രോൾ ദ ടൈഗർ എന്നൊക്കെ ഒരു ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഹാവ് യു പ്ലാൻഡ് ടു കൺട്രോൾ ദ ടൈഗർ, നീ ആ ഒരു ടൈഗറിനെ കൺട്രോൾ ചെയ്യാനുള്ള പ്ലാൻ ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടോ, ഹാവ് യു പ്രിപ്പയർഡ് എ പ്ലാൻ എന്നൊക്കെ ചോദിച്ചാലും യെസ് ഉണ്ട്, ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്, ഐ ഹാവ് ഫിക്സ്ഡ് എ വയർ ടു ദി കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ. ആ ഒരു ടൈഗറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വയറൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യാം, മിസ്റ്റർ തൊറാട്സിന് അവിടെ മറുപടി ആയിട്ട് കൊടുക്കാം. ഇനി റേ, ഇഫ് എവറിത്തിങ് ഈസ് റെഡി, അടുത്തൊരു ഇഫ് ക്ലോസ് സെന്റൻസ് തന്നിട്ടുണ്ട്. പക്ഷെ അവിടെ നിങ്ങൾക്ക് ചോദിച്ചത് ക്വസ്റ്റ്യൻ ടാഗാ. പറയാം, ഇഫ് എവറിത്തിങ് ഈസ് റെഡി, എല്ലാം റെഡി ആണെങ്കിൽ വി ക്യാൻ സ്റ്റാർട്ട് ദ ഷൂട്ടിംഗ് സൂൺ, നമുക്ക് ഉടനെ തന്നെ ഷൂട്ടിംഗ് തുടങ്ങാൻ കഴിയും. ഇല്ലേ എന്ന് ചോദിക്കണം. ഇവിടെ നോക്കിക്കേ, ഒരു കോമയും അതുപോലെ ഡാഷ് ആൻഡ് ക്വസ്റ്റ്യൻ മാർക്കാണ്. കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് ഏതാ, ക്വസ്റ്റ്യൻ ടാഗാ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോ
ഈ രീതിയിൽ സാധാരണ ഒരു നോർമൽ സെന്റൻസ് ഹീസ് എ ഡോക്ടർ എന്നൊക്കെ തന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാ പറയല്ലേ, യു ആർ ഹാപ്പി, യു ആർ ഫ്രൈറ്റൻഡ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഒരു SSLC മോഡലിൽ എന്ത് വരുന്നത്, ഒരു ഇഫ് ക്ലോസ് സെന്റൻസ് തന്നിട്ട് അതിലെ മെയിൻ ക്ലോസിൽ എന്ത് ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെ എഴുതുക, ഇഫ് എവറിത്തിങ് ഈസ് റെഡി, ആ ഭാഗം നമുക്ക് വേണ്ട. കോമ കഴിഞ്ഞിട്ട് വി ക്യാൻ സ്റ്റാർട്ട് ദ ഷൂട്ടിംഗ് സൂണിന്റെ ടാഗ് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോ ക്യാൻ എന്ന് പറയുന്ന ഓക്സിലറി വെർബും വി എന്ന് പറയുന്ന സബ്ജക്റ്റും കിട്ടിയല്ലോ. ഇനി സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. ഈ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഈ സെന്റൻസ് പോസിറ്റീവ് ആണ്, കാരണം നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് എഴുതാലോ, ഓക്സിലറി വെർബ് ആരാ, ക്യാൻ എടുത്തെഴുതി. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ്, കാണ്ട് എന്നാക്കി. ആരാ സബ്ജക്റ്റ്, വി. അപ്പൊ എന്ത് കിട്ടും, കാണ്ട് വി എന്ന് കിട്ടും. കഴിഞ്ഞു, ഒരു മാർക്കായി. അത്രയും സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചത്. ഇഫ് ക്ലോസ് കണ്ടിട്ട് ആകെ ഞെട്ടിപ്പോകേണ്ട കാര്യമൊന്നും ഇല്ല, സിമ്പിൾ ആണ്. അപ്പൊ ഇങ്ങനെയും ചോദിക്കാം കേട്ടോ. കാൺ വി എന്നവിടെ കിട്ടി. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഹാഡ് ബെറ്റർ ആണ്. സിമ്പിൾ ആണ് വന്നത് അല്ലെ. ഇവിടെ 2 സി ഇട്ടിട്ടുണ്ടത് ഡി ആണ് കേട്ടോ. ഓക്കെ, there is a situation. പക്ഷെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഒരു പ്രശ്നമുണ്ട്. എന്താ, ദ ക്രൗഡ് സീംസ് അൺമാനേജബിൾ. ക്രൗഡിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ തൊറാട്ട് റേയോട് പറയാണ്, യു ഹാഡ് ബെറ്റർ, നിങ്ങൾക്ക് ഇപ്പൊ നല്ലത്. അപ്പൊ റേ പറയുന്നു എന്താ, ഓക്കെ ഐ വിൽ ഡു ദാറ്റ്, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടാവുക, നമുക്ക് ഈസി ആയിട്ട് പറയാം. യു ഹാഡ് ബെറ്ററിന്റെ റൂൾ എന്താ, യു ഹാഡ് ബെറ്റർ കഴിഞ്ഞു വരുന്ന വെർബ് എന്തായിരിക്കണം, V1 ആയിരിക്കണം. ആരുമില്ലെങ്കിൽ എന്തിനാണ് ഈ പോണ, ഈ ഉണ്ടല്ലോ മതിയേ, ഉള്ള ആളുകൾ നിക്കി ഇങ്ങോട്ടങ്ങൾ പോണത്. കഴിഞ്ഞു പരിപാടി കഴിയാനായി. സോ ഹാഡ് ബെറ്ററിന്റെ റൂള് സിമ്പിൾ ആണ്. ഹാഡ് ബെറ്ററിന്റെ റൂള് ഞാൻ ഇവിടെ എഴുതാം. ഹാഡ് ബെറ്ററിന്റെ റൂള് വളരെ സിമ്പിൾ ആണ്. ഹാഡ് ബെറ്റർ കഴിഞ്ഞു വരുന്ന വെർബ് എന്തായിരിക്കണം, V1 ആയിരിക്കണം. ഹാഡ് ബെറ്റർ പ്ലസ് V1 എന്നുള്ളതാണ് റൂള്. അപ്പോ യു ഹാഡ് ബെറ്റർ കൺട്രോൾ, യു ഹാഡ് ബെറ്റർ കൺട്രോൾ ദ ക്രൗഡ്. ചോദിച്ചൂടെ, പറഞ്ഞൂടെ, നിങ്ങൾക്ക് നല്ലത് ഇപ്പൊ ക്രൗഡിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ യു ഹാഡ് ബെറ്റർ മാനേജ് ദ ക്രൗഡ്, യു ഹാഡ് ബെറ്റർ ഡീൽ ദ ക്രൗഡ് ഒക്കെ പറയാം. ആ ഒരു ഹാഡ് ബെറ്റർ പ്ലസ് V1 എന്ന് പറയുന്ന റൂളും ആ ഒരു കോൺവെർസേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സെന്റൻസും ആയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ 1 മാർക്ക്. ആ ഒരു 1 മാർക്ക് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഡയലോഗ് കംപ്ലീഷൻ ചോദിക്കും. സിമ്പിൾ ആയിട്ടാണ് വന്നത്, അധികം ഇടങ്ങേറാക്കിയിട്ടൊന്നുമില്ല. ആകെ വന്ന ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇഫ് ക്ലോസ് സെന്റൻസിന്റെ ഉള്ളിൽ എന്ത് ചോദിച്ചു എന്നുള്ളതാണ്, ഒരു ക്വസ്റ്റ്യൻ ടാഗ് ചോദിച്ചു എന്നുള്ളതാണ്. അത് ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല എന്ന് മാത്രം. പക്ഷെ ഇനി ചോദിച്ചാലും അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ആൻസേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കിക്കോളാം. എല്ലാ ആൻസേഴ്സും ഞാൻ പ്രീവിയസ് ആയിട്ട് പറഞ്ഞു. 2 ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഹാവ് യു ഫിക്സ്ഡ് എ വയറോ ഹാവ് യു ടേക്കൺ ഇനഫ് പ്രിക്കോഷൻ എന്ത് ചോദിക്കാം. കാൺ വി മാനേജ് ദെന്നോ, ഇൻസ്ട്രക്ട് ദം ടു സ്റ്റേ അവേ എന്നോ, വാൺ ദം അബൌട്ട് ദ ഡേഞ്ചർ, യു ഹാഡ് ബെറ്റർ വാൺ ദം അബൌട്ട് ദ ഡേഞ്ചർ. അപകടത്തെ കുറിച്ച് അവരെ എന്ത് ചെയ്യണം, ഒന്ന് വാൺ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്നും ഒക്കെ പറയാം. എങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക. 4 മാർക്കിനാണ് ഡയലോഗ് കംപ്ലീഷൻ ചോദിച്ചത്. ഈസിയാണ് അല്ലെ. അടുത്തത് 35th ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് വന്നിരുന്നത് ഈ ബട്ട് ദ ആസ് ഓൺ സിൻസ് വെച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ലതുപോലെ ടെക്സ്റ്റ് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ചെറിയ റൂളൊക്കെ ഉള്ളൂ, പക്ഷെ റൂളൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് ചെയ്തു പോവാം. ദ ഷിപ്പ് മൂവ്ഡ് ഓൺ ത്രൂ, ദ ഷിപ്പ് മൂവ്ഡ് ഓൺ ത്രൂ still darkness of the night. The night. Text വായിക്കാം. There was no need of speech. With a tender gesture, Mrs. S had taken her husband's hand, and as we sat in silence, I could not but reflect. ഇതൊക്കെ ടെക്സ്റ്റ് വായിക്കുന്ന ആൾക്ക് പെട്ടെന്ന് തലേക്ക് വരുന്ന സാധനമാണ്. I could not but reflect that it was the best investment I had made in my life എന്നുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ 4 മാർക്കും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. റീഡ് ദ ഫോളോവിങ് സെന്റൻസസ് ആൻഡ് ഐഡന്റിഫൈ ദ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ ആൻഡ് വെർബ് ഫ്രേസ് എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യനിലേക്കും കൂടി ഞാൻ കിടക്കുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇതിന്റെ 2 മാർക്ക്. ഇവിടെ പല കുട്ടികളും നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ കണ്ടു, നേരെ അത് മാത്രം എഴുതൂ. എന്ത് കണ്ടില്ല? വെർബ് ഫ്രേസ് ചോദിച്ചത് പല ആളുകളും കണ്ടില്ല. നൗൺ ഫ്രേസ് 2 വെർബ് ഫ്രേസ് 2 എടുത്ത് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുള്ളൂ? ആ പറഞ്ഞ 2 മാർക്ക് കിട്ടുള്ളൂ. പല ആളുകളും അബദ്ധം കാണിച്ചിട്ടുണ്ട്. ഇനി അങ്ങനത്തെ അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. അപ്പോ ദ യങ് ഫിർ ട്രീ സ്റ്റുഡ് മോഷൻലെസ്. ആ ഒരു സെന്റൻസ് ആരെ കുറിച്ചിട്ടാണ്? ഫിർ ട്രീസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഫിർ ട്രീ എന്ന് പറയുന്നതാണ് ഈ സെന്റൻസിന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റ് പൊസിഷനിലുള്ള നൗൺ ആരാ?
ഫിർട്രിയ എന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഇനി നൗൺ ഫ്രേസിന്റെ സബ്ജക്റ്റ് പൊസിഷൻ എഴുതുന്ന സമയത്ത് ഈ ഫിർട്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വേർഡ്സ് ആണ് ആരൊക്കെ? ദായും യങ്ങും. സോ ദ യങ് ഫിർ ട്രീസ് എന്ന് എഴുതി കഴിഞ്ഞാൽ എന്തായി? നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ നമുക്ക് കിട്ടി. വെർബ് ഫ്രേസ് സിമ്പിൾ അല്ലേ? സെന്റൻസിലെ വെർബിനെ നോക്കുക, അവിടെ മുതൽ അങ്ങോട്ട് എഴുതിക്കൂടാ. എന്താ? സ്റ്റുഡ് എന്ന് പറയുന്നതാണ് വെർബ്. സ്റ്റുഡ് മോഷൻലെസ് എന്ന് എഴുതി കഴിഞ്ഞാൽ എന്തായി? വെർബ് ഫ്രേസ് ആയി. 1 മാർക്ക്. അരമാർക്ക് നൗൺ ഫ്രേസിനും അരമാർക്ക് വെർബ് ഫ്രേസിനും. ഓക്കെ ആണല്ലോ. അടുത്തത്, ദ പൗണ്ടിങ് ഇൻ മൈ ഇയേഴ്സ് ഡ്രൗണ്ട് ഔട്ട് ദ റെസ്റ്റ് ഓഫ് ദി വേർഡ്സ്. ഈ സെന്റൻസ് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പൗണ്ടിങ് ഇൻ മൈ ഇയേഴ്സ്, എന്റെ ചെവിയിലെ ആ മിടിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. സോ പൗണ്ടിങ് ഇൻ മൈ ഇയേഴ്സ് വരെ നമുക്ക് എന്തായിട്ട് എടുക്കാം? സബ്ജക്റ്റ് പൊസിഷനിലുള്ള നൗൺ ആയിട്ട് എടുക്കാം. അപ്പോ നൗൺ ഫ്രേസ് പറയുമ്പോൾ അതിലേക്ക് ആരെയും കൂടി ചേർക്കുക? ദയും കൂടി ചേർക്കുക. സോ ദ പൗണ്ടിങ് ഇൻ മൈ ഇയേഴ്സ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി അവിടുത്തെ വെർബ് ആരാ? ഡ്രൗണ്ട് എന്ന് പറയുന്നതാണ് വെർബ്. അപ്പോ ഡ്രൗണ്ട് ഔട്ട് ഓഫ് ദി റെസ്റ്റ് ഓഫ് ദ വേർഡ്സ് വരെ എഴുതി കഴിഞ്ഞാൽ എന്തും കിട്ടും? വെർബ് ഫ്രേസും കിട്ടും. അരയും 1 മാർക്ക്, രണ്ടും കൂടി കൂട്ടിയാൽ 2 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ആൻസർ ദേ സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നു. നൗൺ ഫ്രേസ് ദ യങ് ഫിർ ട്രീസ്, വെർബ് ഫ്രേസ് സ്റ്റുഡ് മോഷൻലെസ്. നൗൺ ഫ്രേസ് ദ പൗണ്ടിങ് ഇൻ മൈ ഇയേഴ്സ്, വെർബ് ഫ്രേസ് ഡ്രൗണ്ട് ഔട്ട് ഓഫ് ദി റെസ്റ്റ് ഓഫ് ദി വേർഡ്. 3 ആണ് നമ്മളുടെ ഈ ഒരു മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മനസ്സിലാവും. 36 ക്വസ്റ്റ്യൻ, 80 മാർക്സ്. 80 മാർക്കിന് ഇത്തവണത്തെ 2024 മോഡൽ എക്സാമിനേഷന് ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നത്. സിമ്പിൾ ആയിരുന്നു, കാര്യമായിട്ട് നമ്മളെ പ്രയാസപ്പെടുത്തിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ വരാനിരിക്കുന്ന SSLC ഇംഗ്ലീഷ് എക്സാമും സിമ്പിൾ ആയിരിക്കും. സമ്മറിയും അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്, ഏതൊക്കെ മോഡൽസ് ആണ് ഇനി വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അതൊക്കെയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു എക്സാം ഡിസ്കഷൻ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒക്കെ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അധികം ആളുകളൊന്നും നമ്മുടെ ലൈവിൽ ഉണ്ടായിരുന്നില്ല. നാളെ ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് പല ആളുകളും മടി പിടിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള മടിയൊന്നും ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. ഓരോ സെക്കൻഡും നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്. എല്ലാ സബ്ജക്റ്റും തീർക്കണം. 9 സബ്ജക്റ്റ് ഇനിയും മുന്നിൽ എക്സാം വരാനിരിക്കുന്നു. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. എല്ലാവിധ സഹകരണങ്ങളും നിങ്ങൾക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സോ ഇനി നമ്മൾ കാണുന്നത് മിക്കവാറും ഏതിനായിരിക്കും? SSLC എക്സാമിന്റെ തലേ ദിവസം ആ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച്.